എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സെമികണ്ടക്ടേഴ്സ് പഠിക്കാം. സെമികണ്ടക്ടേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തേത് ഡയോഡ്സ്. ഡയോഡ്സിൻ്റെ കാര്യം പഠിക്കുമ്പോൾ അതിനകത്ത് ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്, ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡയോഡ്സിലേക്ക് വരും. വാറക്ടർ ഡയോഡ്സ്, LEDs, ഫോട്ടോ ഡയോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് മുമ്പേ തന്നെ നമ്മൾ റെക്ടിഫയർ ഡയോഡ്സും പഠിക്കും. റെക്ടിഫയർ ഡയോഡ്സ് പഠിക്കുമ്പോൾ ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ പഠിക്കും. ഫുൾ വേ റെക്ടിഫയറിൽ ഞാൻ നിങ്ങൾക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ പഠിപ്പിക്കുന്നുണ്ടാവും. അതേപോലെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ടുള്ള റെക്ടിഫയേഴ്സും പഠിപ്പിക്കുന്നുണ്ടാവും. ഈ മൂന്നിൻ്റെ കൂടി കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. ഹാഫ് വേ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ആൻഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയേഴ്സിനെയും നമുക്ക് കമ്പാരിസൺ പഠിക്കണം. അത് കഴിഞ്ഞ് സീന ഡയോഡ് പഠിക്കണം. സീന ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, ഈ ഒരു കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ നമ്മൾ ഡയോഡ്സിൻ്റെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ട്രാൻസിസ്റ്റേഴ്സ് പഠിക്കണം. ട്രാൻസിസ്റ്റേഴ്സ് നോക്കുമ്പോൾ നമുക്കതിനകത്ത് CE കോൺഫിഗറേഷൻ, അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, ഇതിൻ്റെ മൂന്നിൻ്റെ കമ്പാരിസൺ. ഓക്കെ, അത് പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്സ് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്സ്. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. What type of feedbacks you use in an amplifier? Then oscillators, positive feedback. So what type of configuration we use in an oscillator? Transformer transistor ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനത്തതാണ് അവിടെ ഓസിലേറ്റേഴ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഇതാണ് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതെപ്പോഴും ഓർത്തിട്ടുള്ളതാണ്. ആംപ്ലിഫയറാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും, ഓസിലേറ്റേഴ്സിലാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് നോക്കി. പിന്നെ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് പോകണം. ഡിജിറ്റൽ സർക്യൂട്ട്സിനകത്ത് ഗേറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സ്. അതിനകത്ത് OR ഗേറ്റ്സ്, AND ഗേറ്റ്സ്, NAND ഗേറ്റ്സ്, NOR ഗേറ്റ്സ്, NOT ഗേറ്റ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കണക്ഷൻസും അല്ല ട്രൂത്ത് ടേബിൾസും കാര്യങ്ങളും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഡയോഡിലേക്ക് പോകാം. ഡയോഡ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ബേസിക് കാര്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആദ്യമേ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് നോക്കാം? സെമി കണ്ടക്ടേഴ്സ് നോക്കാം. നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ ആറ്റംസ് അവിടെ നിന്നിട്ട് തുടങ്ങാം. ഓക്കെ, ആറ്റംസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്ന് തോംസൺസ് ആറ്റോമിക് മോഡൽ അല്ലേ? തോംസൺസ് ആറ്റോമിക് മോഡൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് റുദർഫോർഡ്സ് ആറ്റോമിക് മോഡൽ. റുദർഫോർഡ്സ് ആറ്റോമിക് മോഡൽ. നമ്മളിപ്പോൾ എക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? ബോസ് ആറ്റോമിക് മോഡൽ. ബോസ് ആറ്റോമിക് മോഡൽ. സോ നമുക്ക് ബോസ് ആറ്റോമിക് മോഡൽ നോക്കാം. കെമിസ്ട്രിയാണ് ബോസ് ആറ്റോമിക്. സോ നമ്മൾ പറയുന്നത് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം you call it as a nucleus which consists of protons and neutrons. Protons are positively charged. Neutrons, there is no charge. Appo nucleus as a whole is positively charged. The whole mass of the atom will be concentrated in the nucleus. കാരണം പ്രോട്ടോൺസിൻ്റെ വെയിറ്റും ന്യൂട്രോൺസിൻ്റെ വെയിറ്റും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അറ്റോമിക് മാസ് കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. Electrons എന്ന് പറയുന്നത് is a negligible mass, negatively charged, revolve around the nucleus in a fixed orbit. So it is revolving around the nucleus in a fixed orbit. അല്ലേ? ഈ ഫിക്സഡ് ഓർബിറ്റ് എന്ന് പറയാൻ കാരണം
naturally when the electrons are going to revolve around the nucleus or whatever it is, ഏതൊരു മെറ്റീരിയലും കിടന്നിങ്ങനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ലൂസ് എനർജി അല്ലേ, എനർജി ലൂസ് ചെയ്യും. പക്ഷേ ഈ ഓർബിറ്റിൽ കിടന്ന് ഓടുമ്പോൾ ഇറ്റ് ഇസ് നൈദർ ഗോയിങ് ടു ലൂസ് എനർജി നോർ ഗെയിൻ എനർജി. ഓർബിറ്റിൽ ഓടുമ്പോൾ ഇലക്ട്രോൺസിന് എനർജി ലൂസ് ചെയ്യുമില്ല, അതേപോലെ ഗെയിൻ ചെയ്യും ഇല്ല. അതാണ് ആ ഫിക്സഡ് ഓർബിറ്റ് എന്ന് നമ്മൾ പറയാനുള്ള പ്രത്യേകത. അപ്പോൾ ഓരോ ഓർബിറ്റിനും എന്തുമാത്രം ഇലക്ട്രോൺസ് അടങ്ങാം, എന്തുമാത്രം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം എന്ന് നമുക്ക് അറിയാം. സോ it can accommodate a maximum of 2n² electrons, where n is the number of the orbit. First orbit ആണെങ്കിൽ 2 into 1² that is equal to 2. രണ്ടാമത്തെ ഓർബിറ്റിൽ 2 into 2² which is equal to 4. മൂന്നാമത്തെ ഓർബിറ്റിൽ 2 into 3² sorry 2 into 2² that is equal to 8. 2 into 3² 3² 9 18 and so on 32 അങ്ങനെ പോകും ഇല്ലേ. So ഇതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈച്ച് ഓർബിറ്റ് ക്യാൻ അക്കോമഡേറ്റ്. അപ്പോൾ അടുത്ത ഓർബിറ്റ് നമ്മൾ വരച്ചാൽ രണ്ടാമത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും? 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ്. 1 2 3 4 5 6 7 8. So 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ്. അടുത്ത ഓർബിറ്റ് ഉണ്ടെങ്കിൽ 18 and so on. ഇനി നമുക്ക് if there are 2 electrons in the outermost orbit or 8 electrons in the outermost orbit, then you call it as stable state. If the outermost orbit consists of 2 or 8 electrons, it is called as stable state. Clear ആയല്ലോ? അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ കെമിസ്ട്രി സാർ പറഞ്ഞിട്ടുണ്ട്. ഹീലിയം എന്ന് പറയുന്ന ആ ഒരു എലമെന്റിനാണ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ 2 ഇലക്ട്രോൺ വെച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിൽ ആയത് ഓർ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത ഈ കാര്യങ്ങൾ അല്ലേ, ആ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഇരിക്കുന്നത് അല്ലേ ഇനേർട്ട് ഗ്യാസസ് ആണ് ഇരിക്കുന്നത്. അതിനകത്തെല്ലാം ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. And helium is the only one element which is attained stable state by having 2 electrons in the outermost orbit. ഇല്ലേ, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റേബിൾ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അറ്റെയിൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ്. വേറൊരു ആറ്റമായിട്ട് അത് കമ്പൈൻ ചെയ്ത് അതെന്തിലേക്ക് എത്താൻ നോക്കും? സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ആവാൻ നോക്കും. ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഓർ ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടോ അത് സ്റ്റേബിൾ സ്റ്റേറ്റ് ആവുന്നൊരു പ്രോസസ്സ്, അതിന് പറയുന്ന പ്രോസസ്സാണ് ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് യു മീൻ ബി ബോണ്ടിങ്? ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ 2 അൺസ്റ്റേബിൾ ആറ്റംസ്. അൺസ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന ആറ്റംസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ടിങ് എന്ന് പറയുന്നത് ഇല്ലേ. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് അത് സ്റ്റേബിൾ ആവാൻ നോക്കും ഇല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന അയോണിക് ബോണ്ടിങ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ കോവാലന്റ് ബോണ്ടിങ് പഠിച്ചിട്ടുണ്ട്. അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്, ദെൻ യു കോൾ ഇറ്റ് ആസ് അയോണിക് ബോണ്ടിങ്. അറ്റൈൻ ചെയ്യാൻ, അതായത് സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു. എങ്ങനെ? ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടന്നത്. അല്ല, ഇപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നതെങ്കിൽ യു കോൾ ഇറ്റ് ആസ് കോവാലന്റ് ബോണ്ട്സ് ആണ് പറയുന്നത്. whatever it is, this transfer of electron, ഈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലാണ് നടക്കുന്നത്. സോ ഇറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്. ആൻഡ് ദിസ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഈ കോൾഡ് ആസ് വാലൻസ് ഓർബിറ്റ്. എന്താണ് അതിനെ പറയുന്നത്? ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിനെ പറയുന്ന പേരാണ് വാലൻസ് ഓർബിറ്റ്. ക്ലിയർ ആയില്ലേ? ഓരോ ഓർബിറ്റിന് ഞാനിപ്പോൾ അതിൻ്റെ എനർജി കൺസെപ്ഷൻ കൂടി പറയാമെന്നിരിക്കട്ടെ. ദ എനർജി അറ്റൈൻഡ് എന്ന് കൂടെ പറയുകയാണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് ഫസ്റ്റ് ബാൻഡ്. ഫസ്റ്റ് ഓർബിറ്റ് പറയുന്നത് ഫസ്റ്റ് ബാൻഡ് എന്ന് പറയും, സെക്കൻഡ് ബാൻഡ് എന്ന് പറയും, തേർഡ് ബാൻഡ്, ഫോർത്ത് ബാൻഡ് ആൻഡ് ദ ഔട്ടർമോസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നു. പക്ഷേ ഈ ഔട്ടർമോസ്റ്റ് ബാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് അല്ല ഔട്ടർമോസ്റ്റ് ബാൻഡ് എന്ന്. യു കോൾ ഇറ്റ് ആസ് കണ്ടക്ഷൻ ബാൻഡ്. എന്താണ് അതിനെ പറയുന്നത്? കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് മീൻസ് വാലൻസ് ബാൻഡിൻ്റെ മുകളിൽ ഒരു ബാൻഡ് കൂടെ ഉണ്ട്. യു കോൾ ഇറ്റ് ആസ് എ കണ്ടക്ഷൻ ബാൻഡ്. സോ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വാലൻസ് ഓർബിറ്റും ഔട്ടർമോസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ ബാൻഡുമാണ്. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്? വാലൻസ് ബാൻഡിലാണെങ്കിൽ യു ഹാവ് ആൻ ഓർബിറ്റ്, so the electrons can revolve only in that orbit. It is not free. But conduction ബാൻഡിലാണെങ്കിൽ നമുക്ക് അവിടെ ഓർബിറ്റ് ഇല്ല.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. അതാണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ? സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്? Conduction band does not contain an orbit, valence band contain an orbit. Conduction band, the electrons are free to move, and the electrons in the conduction band, you call it as free electrons. ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കാൻ വരുമ്പോൾ വി കോൾ ഇറ്റ് ആസ് ദ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് മാത്രമേ പറഞ്ഞു പോവുള്ളൂ. ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് എന്നൊന്നും പറയത്തില്ല അവിടെ. നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് പറഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ വിചാരിച്ചോളൂ അതെന്താണ് ഇലക്ട്രോൺസ് എന്ന കണ്ടക്ഷൻ ബാൻഡ് എന്ന് ആലോചിച്ചോളൂ. ക്ലിയർ ആയല്ലോ? ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലാണെങ്കിൽ അത് ഫ്രീ ഇലക്ട്രോൺസ് അല്ല, ഇറ്റ് ഇസ് ഗോയിങ് ടു റിവോൾവ് ഇൻ ദ ഫിക്സഡ് ഓർബിറ്റിലേക്ക് കിടന്നേ അത് ഓടത്തുള്ളൂ. ക്ലിയർ ആയല്ലോ ഇത്? അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. നമ്മളൊരു മെറ്റീരിയൽ എടുത്തപ്പോൾ യു ഹാവ് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. അതിനെക്കുറിച്ചാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ. കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, അതിന്റെ പൊസിഷൻസും കാര്യങ്ങളും ഞാൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇക്വാളിറ്റി ആസ് എനർജി ബാൻഡ് ഡയഗ്രാം. ഇക്വാളിറ്റി ആസ് ആൻ എനർജി ബാൻഡ് ഡയഗ്രാം. സോ ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നോക്കാം. സോ ദിസ് ഇസ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദിസ് ഇസ് ദ വാലൻസ് ബാൻഡ്. സോ സി ബി എന്ന് എഴുതാം. സി ബി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് ഉദ്ദേശിച്ചത്. വി ബി എന്ന് എഴുതാം. വി ബി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാലൻസ് ബാൻഡ് എന്നാണ്. സോ വാലൻസ് ബാൻഡിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. യു ഹാവ് പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ദേ ആർ നോട്ട് ഫ്രീ ഇലക്ട്രോൺസ്. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടി ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ എന്തുണ്ടാവും? ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ദേ ആർ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. നമ്മളും എപ്പോഴും എന്തായിട്ടിരിക്കാനായിരിക്കും നോക്കുന്നത്? ഫ്രീ ആകാനല്ലേ എപ്പോഴും നോക്കുന്നത്. അതേപോലെ ഇത് തന്നെയാണ് ഇലക്ട്രോൺസിന്റെ കാര്യം. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എല്ലാം തന്നെ എന്താവും? ഫ്രീ ആകാനായിട്ട് നോക്കും. ആൻഡ് ജംപ്സ് ഇൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അടുത്തൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നോക്കാം. സോ കണ്ടക്ഷൻ ബാൻഡ്, valence band. I'll put the valence band over here. Valence band ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡിൽ അത്രയും ഇലക്ട്രോൺസ് ഇല്ല. ബിക്കോസ് there is ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. കേട്ടോ, ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ്. there is a gap and this gap is something around 1 electron volt. 1 electron വോൾട്ടിന് അടുപ്പിച്ചുണ്ട്. ഓക്കെ, 0.7, 1.4 സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു 1 electron വോൾട്ട് അടുപ്പിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ, വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടണമെന്നുണ്ടെങ്കിൽ നാച്ചുറലി യു വിൽ ഹാവ് ടു സ്പെൻഡ് 1 electron വോൾട്ട് എനർജി. ക്ലിയർ ആയല്ലോ? എന്നാൽ മാത്രമേ അത് കണ്ടക്ഷൻ ബാൻഡിൽ ചാടൂ. നോക്ക്, അതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിൽ 1 electron വോൾട്ട് അറ്റൈൻ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. ഈ 1 electron വോൾട്ട് എങ്ങനെ നമുക്ക് എടുക്കാം, എങ്ങനെ എടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഒന്ന്, യു കോൾ ഇറ്റ് ആസ് ഫോട്ടോ എനർജി. ദാറ്റ് യു കോൾ ആസ് ലൈറ്റ് എനർജി. രണ്ട്, തെർമൽ എനർജി. That is called as heat energy. മൂന്നാമത്തത് ഫീൽഡ് എനർജി. നമുക്ക് എക്സ്റ്റേണൽ ഒരു ബാറ്ററി കൊടുക്കുകയോ ഒരു മാഗ്നറ്റ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാകാം ഫീൽഡ് എനർജി. 4, സെക്കൻഡറി എമിഷൻ. അപ്പോൾ ഈ രൂപങ്ങളിൽ ഏതെങ്കിലും രൂപം അല്ലെങ്കിൽ മിക്സ്ഡ് ഫോട്ടോ എനർജി ആൻഡ് തെർമൽ എനർജി. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലൊക്കെ കൊണ്ടുവരുമ്പോൾ യു വിൽ ബി ഹാവിംഗ് നാച്ചുറലി ഫോട്ടോ എനർജി ആസ് വെൽ ആസ് ടെമ്പറേച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു വിൽ ബി ഹാവിംഗ് തെർമൽ എനർജിയും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. സോ ഈ രൂപങ്ങൾ ഏതെങ്കിലും രൂപങ്ങളിൽ നമുക്കിതിന് എനർജി കൊടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ടത്തേക്ക് ചാടാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഗ്യാപ്പ്, ദാറ്റ് 1 electron volt ഗ്യാപ്പ്, അതിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ ഗ്യാപ്പ്. ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ ഫോർബിഡൻ ഗ്യാപ്പ് അതായി. നെക്സ്റ്റ് അടുത്തൊരു മെറ്റീരിയൽ നോക്കാം. യു ഹാവ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. Forbidden gap. Gap between the conduction band and the valence band is called as the forbidden gap.
forbidden gap. Conduction band free electrons ഒന്നും ഇല്ല. അതായത് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് it is more than 3 electron volt. It is more than 3 electron volt. അപ്പോൾ നമുക്ക് ഇവിടെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഒന്നും തന്നെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാൻ പറ്റിയില്ല. Because more than 3 electron volt കൊടുത്തു കഴിഞ്ഞാൽ the body is going to get collapsed. The body is going to get collapsed, it may change the state. Solid state in the liquid state, get to gas state, അങ്ങനെ പൊക്കോളും. അപ്പോൾ whatever it is, the body is going to get collapsed and 3 electron volt energy കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. Forbidden gap എന്ന് പറയുന്നത് 3 electron volt മേളിലാണ്. അതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് യാതൊന്നും തന്നെ ഇല്ല. ഇനി so this is called as the energy band diagram. ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്താണ് മെറ്റീരിയൽസ് എന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമുക്ക് അടുത്ത ഒരു കാര്യത്തിലും കൂടി പോകാം. ഞാൻ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണെന്ന് ഇരിക്കട്ടെ. So what do you mean by potential? It is the amount of work done in bringing a unit positive charge lying at infinity to a point against the field. Against the field ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. അലോങ് ദ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ യു ഷുഡ് ടെൽ ദാറ്റ് അലോങ് ദ ഫീൽഡ് അല്ല, ഏതാണ് എഗൻസ്റ്റ് ദ ഫീൽഡ് നമ്മൾ പറയണം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ആൻഡ് ദാറ്റ് യു കോൾ ഇറ്റ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വേണമെങ്കിൽ നമുക്ക് പേരും പറയാം, വോൾട്ടേജ് എന്നും പറയാം. അതിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത് ഇല്ലേ. വോൾട്ട് എന്ന് പറയുന്നത് work done divided by the charge, W divided by Q, and that is called as volt, 1 volt ഇല്ലേ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. സോ നാച്ചുറലി വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് വേണം മൂവ് ചെയ്യാം ഇല്ലേ. ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് അട്രാക്ട് ആവുന്നു. സോ നാച്ചുറലി ദ ഇലക്ട്രോൺസ് ആർ ഗോയിങ് ടു ഫ്ലോ. ഇറ്റ് ഇസ് ഗോയിങ് ടു അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അതിന് if the electrons are going to flow, the current will be flowing in the opposite direction. Flow of current in the opposite direction. So there is a flow of current in the opposite direction. I'll put this as I. അവിടെ കൊടുക്കാം. Electrons are going to flow. നേരത്തെ ഫ്ലോ ചെയ്ത അത്രയും ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടോ? ഇല്ല. So naturally the flow is going to be very less and a current I1 എന്ന് ഇട്ടു. ഇവിടെയും അതേപോലെ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. E is equal to 0. It is empty. The conduction band is empty of free electrons. So the I is also equal to 0. This material where there is a flow of current, അല്ലെങ്കിൽ current conducts, അങ്ങനെയുള്ള മെറ്റീരിയലിനെ പറയുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് കണ്ടക്ടേഴ്സ്. ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ട്, ബട്ട് ഓൺലി പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട്, ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വി കോൾ ഇറ്റ് ആസ് സെമി കണ്ടക്ടേഴ്സ്. Semiconductors. Okay, this is semiconductors and this is conductors. And here there is no flow of current. Current flow onnum illa, and this type of material you call it as insulators. Okay, so ഇപ്പോൾ നമുക്ക് conductors, semiconductors and insulators എന്താണെന്ന് ക്ലിയർ ആയി. മനസ്സിലായല്ലോ? നോക്ക്, ഞാൻ ഒന്നും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ കണ്ടക്ടർ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ വർഷവും കുട്ടികൾ പറയാറുള്ളത്, സാറ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും സോൾവ് ചെയ്യേണ്ട, സാറ് നോട്ട്സ് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി, അത് മതി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ നിങ്ങളുടെ പാർട്ട് 1 പാർട്ട് 2 എന്നാണ് ഞങ്ങൾക്ക് എപ്പോഴും തരാം. പാർട്ട് 1 നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 2 നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ എല്ലാവരും ഈ പാർട്ട് 1 സെമി കണ്ടക്ടേഴ്സ് നല്ല കൃത്യമായിട്ട് കേൾക്കണം. ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് അത് എടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 2 ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്
ഞാനൊരു 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എഫക്ട്സ് കിട്ടുന്നത്. സോ നോക്കുക, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കുക, യു ഹാവ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ബാലൻസ്. കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഞാൻ പറഞ്ഞതല്ല. കണ്ടക്ഷൻ ബാൻഡ് there contains free electrons. Valence band, the electrons are going to move in a fixed orbit. Conduction band orbit illa. So conductors are materials which conducts current. Semiconductors are materials which conduct current partially. Insulators are materials which does not conduct current. ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായേ? അടുത്ത നമുക്ക് എനർജി ബാൻഡ് രൂപത്തിൽ പോകാം. In conductors, the conduction band and valence band overlap each other. Therefore, there are plenty of free electrons in the conduction band. In semiconductors, there is a small gap between the conduction band and the valence band. This gap between the conduction and valence band we call it as the forbidden gap, which is about 1 electron volt. Therefore, an energy of 1 electron volt is required to jump for an electron from valence band to conduction band. Therefore, the conduction band contains free electrons which has attained 1 electron volt energy. This 1 electron volt energy can be attained by photo energy, thermal energy, field energy, secondary emission. That is semiconductors. Insulators. There is a forbidden gap is more than 3 electron volt. അപ്പോൾ ഒരു മെറ്റീരിയലിന് ഫോർബിഡൻ ഗ്യാപ്പ് മോർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് എന്തെന്ന് എടുക്കാം? ഇൻസുലേറ്റേഴ്സ് എന്ന് എടുക്കാം. അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ആയി, ക്ലിയർ ആയില്ലേ? ദ ഫോർബിഡൻ ഗ്യാപ്പ് മോർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കണ്ടക്ഷൻ ബാൻഡ് ഈസ് എംപ്റ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ദർ ഇസ് നോ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ക്ലിയർ ആയില്ലേ? Therefore, there are no electrons to conduct and the insulator does not conduct current. ക്ലിയർ ആയ? അപ്പോൾ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അക്കോർഡിംഗ് ടു എനർജി ബാൻഡ് ഡയഗ്രാം രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ കണ്ടക്ഷൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞു. നമുക്ക് നിങ്ങൾ കണ്ടക്ടേഴ്സ് എന്ന കാര്യം പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ ഡി സി സർക്യൂട്ടിൻ്റെ രൂപത്തിൽ പോകുന്നത്. മനസ്സിലായി? ഡി സി സർക്യൂട്ട്, എ സി സർക്യൂട്ട്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. ഇവിടെ നമ്മൾ ആ ഇലക്ട്രിക്കലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഇലക്ട്രോണിക്സ് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമ്മൾ തിരിയുന്നത്. ഇനി നമുക്ക് എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം? സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആയല്ലോ? ലെറ്റ് us go for semiconductors. നമ്മൾ സെമികണ്ടക്ടേഴ്സ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ ഒന്ന് ജർമേനിയം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിലിക്കോൺ യൂസ് ചെയ്യാം. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്. വേറെ ഇഷ്ടം പോലെ സെമികണ്ടക്ടേഴ്സ് യൂഷ്വലി വി യൂസ് ജർമേനിയം ആൻഡ് സിലിക്കോൺ ആണ് യൂസ് ചെയ്യാറ്. സോ സിലിക്കോൺ നമുക്ക് എടുക്കാം. അതിൻ്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും കെമിസ്ട്രി ഒക്കെ നിങ്ങൾ വളരെ തറവാണ്. സോ ആറ്റോമിക് നമ്പർ സിലിക്കോൺ എന്ന് പറയുന്നതിന് 14 ആണ്. നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് വരയ്ക്കാം. KLMN ഇങ്ങനെയല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ 2 8 4. നമുക്ക് ജർമേനിയം ആണെങ്കിൽ ദിസ് സിലിക്കോൺ, ജർമേനിയം ആണെങ്കിൽ 32. Atomic number is 32. 2 8 18 18 plus 2 20 plus 8 28 4 28 plus 4 32. So outermost orbit 4. നോക്കാം. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. സോ സാധാരണ യൂസ് ചെയ്യുന്ന ഈ സെമി കണ്ടക്ടേഴ്സിനെല്ലാം തന്നെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 4 ഇലക്ട്രോൺസ്. സോ വാലൻസ് ഓർബിറ്റിൽ യു ഹാവ് 4 ഇലക്ട്രോൺസ്. സോ നമുക്കൊരു ജർമേനിയം വരയ്ക്കാം. സോ ജർമേനിയം വരച്ച് ഓർ സിലിക്കോൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, ജർമേനിയം ഓർ സിലിക്കോൺ, ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് 4 ഇലക്ട്രോൺസ്. സോ 4 ഇലക്ട്രോൺസ്. യു ഹാവ് അനദർ വൺ ജർമേനിയം. 4 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ സ്റ്റേബിൾ സ്റ്റേറ്റിൽ അല്ല കേട്ടോ. അടുത്തൊരു ജർമേനിയം എടുക്കാം. ഇവിടെ യു ഹാവ് പ്ലെന്റി ഓഫ് ജർമേനിയം. ഇവിടെ ഒരു ജർമേനിയം എടുക്കാം. ഇവിടെയും ഒരു ജർമേനിയം എടുക്കാം. സോ ഇറ്റ് ഈസ് ഇൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ? ഇതെന്തിലേക്ക് ആരാൻ പോകും? സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ആവാൻ പോകും. സോ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യും. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ നടക്കുന്നത്. സോ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്. സോ ഈ ജർമേനിയം എന്തിലായി? സ്റ്റേബിൾ സ്റ്റേറ്റിൽ ആയി. സോ വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് യു സീ ഓവർ ഹിയർ? കോവാലന്റ് ബോണ്ടിങ്. ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് കാണുന്നത്? കോവാലന്റ് ബോണ്ടിങ്.
അപ്പോൾ ഈ ജെർമേനിയം സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ബോണ്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. നമുക്ക് സെമി കണ്ടക്ടേഴ്സിലെല്ലാം കണ്ടുവരുന്ന ബോണ്ടിങ് ഇപ്പോൾ നമ്മൾ കണ്ട എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്? കോവാലന്റ് ബോണ്ടിങ് ആണ്. നമ്മൾ കണ്ടക്ടേഴ്സിലെല്ലാം കണ്ടുവരുന്ന ബോണ്ടിങ് മെറ്റാലിക് ബോണ്ടിങ് ഓർ അയോണിക് ബോണ്ടിങ് ആണ്. സാറ് നേരത്തെ ഡി സി സർക്യൂട്ട്സ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസിന്റെ വാല്യൂഡ് ഡിപ്പെൻഡൻസ് ഓൺ ലെങ്ത്, area of cross section and temperature ന്റെ കാര്യം. So you have positive temperature coefficient and negative temperature coefficient materials. Conductors എല്ലാം തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ ആണ്. ബട്ട് സെമി കണ്ടക്ടേഴ്സ് എല്ലാം എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ. ആ കാര്യം ഓർത്തിരിക്കണം. കണ്ടക്ടേഴ്സ് ആർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. സെമി കണ്ടക്ടേഴ്സ് എല്ലാം എന്താണ് ഒബ്സർവ് ചെയ്യാൻ പോണത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ടൈപ്പ് മെറ്റീരിയലാണ്. ക്ലിയർ ആയല്ലോ? ആൻഡ് സെമി കണ്ടക്ടേഴ്സിൽ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് കണ്ടുവരുന്നത്? കോവാലന്റ് ബോണ്ടിങ്. കണ്ടക്ടേഴ്സിലെല്ലാം കൊണ്ടുവരുന്ന ബോണ്ടിങ് എന്താണ്? മെറ്റാലിക് ബോണ്ടിങ് ഓർ അയോൺ. നമുക്ക് ഇവിടെ എല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കിട്ടുകയാണ് നമുക്ക്. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. സോ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ജെർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള 4 ഇലക്ട്രോൺ വേറൊരു ജെർമേനിയായിട്ട് കമ്പൈൻ ചെയ്ത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടന്ന് അത് എന്തിലേക്കായി? സ്റ്റേബിൾ സ്റ്റേറ്റിലായി. നൗ ദിസ് ജെർമേനിയം ഡസ് നോട്ട് ഹാവ് എനി ഫ്രീ ഇലക്ട്രോൺ. ഒരു ഫ്രീ ഇലക്ട്രോൺസും അതിന് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. കണ്ടക്ഷൻ ബാൻഡിലല്ലേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുമോ? കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊട്ടൻഷ്യൽ ഓഫ് V വോൾട്ട് നേരത്തെ കൊടുത്ത പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാകുമോ? ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു കണ്ടക്ട്. സോ ദിസ് ജെർമേനിയം ഓർ ദിസ് സെമി കണ്ടക്ടർ ഈസ് ഗോയിങ് ടു ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ. എന്തായിട്ട് ആക്ട് ചെയ്യാണ്? ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. And this is the condition at absolute zero. Absolute zero ഉള്ള കണ്ടീഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. So at absolute zero, semiconductors act as an insulator. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒന്നും കൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. Semiconductors at absolute zero act as an insulator. ക്ലിയർ ആയോ? ഞാൻ ഇതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നാച്ചുറലി യു ആർ ഗോയിങ് ടു ഗെറ്റ് തെർമൽ എനർജി ആസ് വെൽ ആസ് ഫോട്ടോ എനർജി. ഈ ബോൺസ് ബ്രേക്ക് ആവും. സോ ദ ബോൺസ് ആർ ഗോയിങ് ടു ഗെറ്റ് ബ്രോക്കൺ. ഇത് ബ്രേക്കിംഗ് നടക്കും. സോ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ, സ്റ്റേബിൾ ആയിട്ട് ന്യൂട്രൽ ആയിട്ട് കിടക്കുന്ന ബ്രേക്ക് ചെയ്താൽ, യു വിൽ ബി ഹാവിംഗ് എ പോസിറ്റീവ് ആസ് വെൽ ആസ് എ നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് യു കോൾ ഇറ്റ് ആസ് ഹോൾസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേക്കൻസി ഓഫ് ആൻ ഇലക്ട്രോൺ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഹോൾസ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞെടുക്കും ഇലക്ട്രോൺ. സോ നമ്മൾ ബോണ്ട് പൊട്ടി. സോ യു വിൽ ബി ഹാവിംഗ് എ പോസിറ്റീവ് ആസ് വെൽ ആസ് എ നെഗറ്റീവ്. ഐ വിൽ ഡ്രോ ദ നെഗറ്റീവ് ഇൻ ദ ടോപ്പ്. ക്ലിയർ ആയല്ലോ? ദിസ് പോസിറ്റീവ്, ദീസ് ഹോൾസ്, ഈ ഹോൾസിന്റെ മൂവ്മെന്റ് എപ്പോഴും ഇറ്റ് ഇസ് ഇൻ ദ വാലൻസ് ബാൻഡിലാണ്. ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ ദിസ് ഇസ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദിസ് ഇസ് ദ വാലൻസ് ബാൻഡ്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടത്തേക്ക് ചാടി. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു വേക്കൻസി സംഭവിച്ചു. ഈ വേക്കൻസി ഓഫ് എൻ ഇലക്ട്രോണിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹോൾ എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണം വീണ്ടും മേളിലേക്ക് ചാടി. സോ ഇവിടെ വീണ്ടും ഒരു വേക്കൻസി. അപ്പൊ ഇവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്തു. വേക്കൻസി ഓഫ് എൻ ഇലക്ട്രോൺ ഹോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോൾസിന്റെ മൂവ്മെന്റ് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആണ്. ക്ലിയർ ആയല്ലോ? കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജസ് കൊണ്ടും പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് കൊണ്ടും പറയാം, ഇലക്ട്രോൺസും കൊണ്ടും പറയാം, ഹോൾസും കൊണ്ടും പറയാം. ഹോൾസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നു. ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നു. ബട്ട് വേർ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് വേർ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഹോൾസ്? Movement of the electrons are in the conduction band and movement of the holes are in the valence band. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹോൾസിന്റെ മൂവ്മെന്റ് എവിടെയാണെന്നുള്ളത്. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് ഇസ് ഇൻ ദ വാലൻസ് ബാൻഡ്. ആ ഒരു കാര്യം ഓർക്കുക. നോക്കുക, അപ്പൊ ബോൺസ് പൊട്ടി. യു ഹാവ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ക്രിയേറ്റഡ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is going to be a semiconductor and അത് കുറച്ച് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്ത് and it is going to go to conduct. അത് കണ്ടക്ട് ചെയ്യും and this we call it as a pure semiconductor. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ പ്യുവർ സെമികണ്ടക്ടർ എന്ന് പറയുന്നു. we can call it as intrinsic semiconductor. INTRINI intrinsic semiconductor. So semiconductor in its purest form you call it as intrinsic semiconductors. Intrinsic semiconductor പ്രത്യേകത എന്താണ്? അവിടെ മെജോറിറ്റി കാരിയേഴ്സിനും മൈനോറിറ്റി കാരിയേഴ്സിനും ഒന്നുമില്ല. the number of holes will be equal to the number of electrons. number of holesഉം number of electronsഉം എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ ഈ ഒരു കാര്യം? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഇതിൻ്റെ കറണ്ട് ഫ്ലോയുടെ കാര്യം നോക്കുകയാണെന്ന് വളരെ നേരിയൊരു കറണ്ട് ഫ്ലോ ആണ് അവിടെ ഉള്ളത്. ഇതുകൊണ്ട് നമുക്ക് കണ്ടക്ഷൻ ഒന്നും വലിയ ഉപയോഗങ്ങളൊന്നുമില്ല നമുക്ക് ആ ഒരു കറണ്ട് ഫ്ലോ കൊണ്ട്. സോ നമുക്കിവിടെ കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യണം. ഇവിടെ കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നാച്ചുറലി ഇലക്ട്രോണിൻ്റെ ഫ്ലോനെ ഇൻക്രീസ് ചെയ്യണം. അതല്ല എങ്കിൽ ഹോൾസിന്റെ ഫ്ലോനെ ഞാൻ ഇൻക്രീസ് ചെയ്യണം. ഐദർ ഐ വിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ദ നമ്പർ ഓഫ് ഹോൾസ്. അതിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ അത് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യം നോക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. സോ വാട്ട് യു മീൻ ബൈ ഡോപ്പിംഗ്? ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു എ പ്യുവർ സെമികണ്ടക്ടർ ഈസ് കോൾഡ് ആസ് ഡോപ്പിംഗ്. The process of adding impurity to an intrinsic semiconductor is called as doping. Okay? Doping എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? To increase the flow of current. എങ്ങനെയാണ് അവിടെ increase in flow of current? Either I have to increase the number of electrons or the number of holes. Clear ആയല്ലോ? So what do you mean by doping? Doping, it is the process of increasing the number of holes or number of electrons by mixing some impurity to a pure semiconductor. The process of adding an impurity to an intrinsic semiconductor is called as doping. Clear ആയോ? അപ്പോൾ നമുക്ക് ഡോപ്പ് ചെയ്യാം. ഞാൻ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 ഇലക്ട്രോൺസ് ആണ് നമ്മൾ പ്യുവർ സെമികണ്ടക്ടർ എടുത്തപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള എലമെന്റ്സിന്റെ കാര്യത്തിലേക്ക് പോകാം. ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോണോ 5 ഇലക്ട്രോണോ ഉള്ളത്. So first of all, I'll go for outermost orbital 5 electron ഉള്ളതിലേക്ക് പോകാം. So we call it as pentavalent atoms. Pentavalent atom എടുത്തു കഴിയുമ്പോൾ you will be having outermost orbit 5 electrons. 5 electrons ഉണ്ട്. Outermost orbit 5. 1, 2, 3, 4, 5. അതൊരു ജർമേനിയമായിട്ട് ഇവിടെ കമ്പൈൻ ചെയ്യാണ്. ഇവിടെ അടുത്തൊരു ജർമേനിയമായിട്ട് കമ്പൈൻ ചെയ്യാണ്. ഇവിടെ അടുത്തൊരു ജർമേനിയമായിട്ട് കമ്പൈൻ ചെയ്യാണ്. ഇവിടെ അടുത്തൊരു ജർമേനിയമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അടുത്ത ജർമേനിയം കമ്പൈൻ ചെയ്ത് അവിടെ പോകും. ഓക്കെ, and the germanium is going to get inscribed. നോക്ക് ഇവിടെ അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഒരു ഫ്രീ ഇലക്ട്രോൺ ഇവിടെ കിടക്കുകയാണ്. സോ ദിസ് ഇസ് എ ഫ്രീ ഇലക്ട്രോൺ. സോ ഒരു കോമ്പിനേഷനിൽ അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്തു. നമുക്കുണ്ടായിരുന്ന ഒരു ഇൻട്രിൻസിക് സെമികണ്ടക്ടർ ആണ്. യു ഹാഡ് ആൻ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, positive negative. Intrinsic semiconductor in its purest form, the number of holes is equal to the number of electrons. ഞാനൊരു പെൻറ്റാവാലൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് അവിടെ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ടായി. കണ്ടോ? എക്സ്ട്രാ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്തു. Now the number of electrons is not equal to the number of holes. The majority carriers are electrons and the minority carriers are the holes. Clear ആയല്ലോ? And such type of material you call it as n type of material. n type material. So എങ്ങനെയാണ് നമുക്ക് ഒരു n type material കിട്ടുന്നത്? When an intrinsic semiconductor in its purest form, the number of holes is equal to the number of electrons, is doped with
the process of adding impurity to a pure semiconductor is called as doping. He is doped with a pentavalent atom. Outermost orbit consists of 5 electrons, you call it as pentavalent atom. Then n-type material is formed. In an n-type material, the majority carriers are electrons and minority carriers are holes. Clear ayallo? N-type material ennu parayunnathu endana? Ini adutha namakku pentavalent maati oru trivalent aayittu combine cheyam. Outermost orbit 3 electrons കേട്ടോ. ജർമേനിയം outermost orbit ജർമേനിയത്തിൽ എത്ര 4 electrons. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. ഇവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഇലക്ട്രോൺസ് ഇല്ല. വേക്കൻസി ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾ. ക്ലിയർ ആയല്ലോ? സോ എ ഹോൾ ഫോർമേഷൻ ഈസ് ക്രിയേറ്റഡ്. സോ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഹോൾസ് ഇലക്ട്രോൺസ് ഇന്റർസിക് സെമികണ്ടക്ടർ. ട്രൈവാലന്റ് ആറ്റമായിട്ട് ഡോപ്പ് ചെയ്തപ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് പോസിറ്റീവ്. So the majority carriers are holes and minority carriers are electrons. Such type of material നമ്മൾ പറയുന്നതാണ് p-type material. ക്ലിയർ ആയോ? അപ്പോൾ p-type material കിട്ടാൻ വേണ്ടി എങ്ങനെയാണ്? When an intersect semiconductor is doped with a trivalent atom, we get a p-type material. In a p-type material, the majority carriers are holes and minority carriers are electron. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എപ്പോഴും Ne, okay, number of electrons, NH is equal to Ni square. ഇത് ഏതെണ്ണത്തിലായാലും n-type ആയാലും p-type ആയാലും ഇൻഡസ്ട്രിക് ആയാലും whatever it is, it will be equal to Ni square ആയിരിക്കും. The total combination will be the same. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി സെമിക്കണ്ടക്ടറിലാണെങ്കിൽ ഇനി ഈക്വൽ ടു NH ആയിരിക്കും. അങ്ങനെയാണ് Ni സ്ക്വയർ എന്ന് ഇടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിലായാലും ശരി whatever it is, Ne into NH will be equal to എന്ത് തന്നെയായിരിക്കും? Ni സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് p-type മെറ്റീരിയൽ ആൻഡ് n-type മെറ്റീരിയൽ. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ p-type മെറ്റീരിയലും n-type മെറ്റീരിയലും ഫ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫ്യൂസിങ് ആൻ n-type മെറ്റീരിയൽ with a p-type material. Okay, അതിലേക്ക് നോക്കാം. And about fusing of p-type material and n-type material വരാം. So ഒരു p-type material. So p-type material, positive, holes, majority carriers, minority carriers, electrons, is fused with an n-type material. Minority carriers. So ഓരോ ടെർമിനൽ പുറത്തേക്ക് എടുത്തിട്ട് എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ ബയാസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് അൺബയാസ്ഡ് കണ്ടീഷൻ. ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുക്കുന്നതിനെ പറയുന്നതാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ബയാസിംഗ്. എന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. So let us see what is going to happen over here when it is fused. ഇവിടുത്തെ majority carriers holes diffuses into n-type material, combine with the electrons and become neutral. Similarly, the majority carriers, the electrons, diffuses into the p-type material, combine with the holes and become neutral. Clear ആണല്ലോ? അപ്പോൾ നോക്കിയേ, there is holes in the flow, p യിൽ നിന്ന് n ലേക്ക്, അല്ലെങ്കിൽ electrons in the flow n ൽ നിന്ന് p ലേക്ക്.
So, also majority carriers in the whole the flow P and N like, therefore a small current flows from P to N, and this current we call it as diffusion current. Clear ayala? The current flow from P to N you call it as a diffusion current. It is the current due to the majority carriers. Diffusion current ennu parayana endana? It is the current flow from P to N. It is the current flow due to the majority carriers. Clear ayala? Adana diffusion current ennu parayana. Okay, appo angane current flow nadanu. Ini ഇവിടെയുള്ള ഹോൾസ് എല്ലാം കൂടി പോയിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂട്രലായി. ഇനി ഇവിടെ നിന്ന് വരുന്ന ഹോൾസിന് കമ്പൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ആ എക്സസ് ഇലക്ട്രോൺസ് ദാ ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യും. കണ്ട, ഇവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഇല്ല. സോ എക്സസ് ഇലക്ട്രോൺസ് ഗെറ്റ്സ് അക്യൂമുലേറ്റഡ് നിയർ ദ ജംഗ്ഷൻ. സിമിലർലി ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടത്തേക്ക് വന്ന് ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂട്രലായി. ഇനി എക്സസ് ആയിട്ട് ഇത് എവിടെ ചെയ്യും? ഗെറ്റ്സ് അക്യൂമുലേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ. കണ്ട, ഇനി ഇവിടെ നിന്ന് പോകുന്ന ഹോൾസിന് ഒന്നും ഈ ഹോൾസ് എക്സസ് ആയിട്ട് ഹോൾസ് അങ്ങോട്ട് കടത്തിവിടത്തില്ല. ഇവിടെ നിന്ന് വരുന്ന ഇതെല്ലാം ഇങ്ങോട്ടത്തേക്ക് വന്ന് ഇതും കടത്തിവിടത്തില്ല. സോ നാച്ചുറലി ഈ എക്സസ് ഹോൾസ് ഇൻ ദ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് നിയർ ദ ജംഗ്ഷൻ and the excess electrons in the P substrate near the junction creates an electric field. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇലക്ട്രിക് ഫീൽഡ് നാച്ചുറലി there will be a flow of current. ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും അവിടെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ എക്സസ് ഫ്ലോ എക്സസ് ചാർജസ് ഇവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും, അതിന്റെ കറണ്ടും കൂടും. ഈ കറണ്ടിന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഇപ്പൊ രണ്ട് കറണ്ടുകൾ നമ്മൾ പഠിച്ചു. വൺ ഈക്വൾ ദ ഡിഫ്യൂഷൻ കറണ്ട്, അനദർ ഈക്വൾ ദ ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ എക്സസ് ചാർജ് കാരിയേഴ്സ് ഓർ ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ. ഡിഫ്യൂഷൻ കറണ്ട് ഈസ് ദ കറണ്ട് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് ഫ്രം പി ടു എൻ. സോ രണ്ട് കറണ്ട്സ് പഠിച്ചു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ? ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, എൻ ടു പി ആണ്. ഡിഫ്യൂഷൻ കറണ്ട് പി ടു എൻ ആണ്. സോ നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത സമയത്ത് ഡിഫ്യൂഷൻ കറണ്ട് വാസ് വെരി ഹൈ ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട് ഇല്ലായിരുന്നു. പക്ഷേ എക്സസ് ചാർജസ് കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കറണ്ട് കുറയുകയും ഡ്രിഫ്റ്റ് കറണ്ട് കൂടുകയും ചെയ്തു. കണ്ടോ? നൗ ദ ഡിഫ്യൂഷൻ കറണ്ട് ഹാസ് diffusion drift current and diffusion current എന്തായി? സെയിം ആയി. diffusion current drift current same. equilibrium condition has been reached. diffusion current and drift current equation appo equilibrium condition appo current flow unda vannum diffusion current drift current opposite direction rendu equal ayi kayna there is no flow of current. kanda ipo diode under pn junction we call this a diode under unbiased condition does not conduct. clear ayala? karanam diffusion current is equal to drift current. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ഡിഫ്യൂഷൻ കറണ്ട് ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട് ആണ് എപ്പോൾ? വെൻ ഡയോഡ് ഈസ് അണ്ടർ അൺബയാസ്ഡ് കണ്ടീഷൻ. അതുകൊണ്ടാണ് അവിടെ കറണ്ട് ഫ്ലോ ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നോക്ക്, എക്സസ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യണേ. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ ഇവിടെ ബിൽഡപ്പ് ചെയ്യും. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ബിൽഡപ്പ് ഡ്യൂ ടു ദ എക്സസ് ചാർജ് കാരിയേഴ്സ് ഓർ ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ജംഗ്ഷൻ യു കോൾ ഇറ്റ് ആസ് the potential barrier, and Vp the potential barrier voltage. And this region at the junction, see this region which is diploid of mobile charges. Diploid of mobile charges, move ചെയ്യുന്ന charges ഇല്ല. mobile charges move ചെയ്യുന്ന charges diploid ഇല്ല. that region you call it as depletion region. എന്താണ് പറയുന്ന പേര്? you call it as depletion region. So diode under unbiased condition does not conduct because diffusion current is equal to drift current aana. Depletion region, it is a region created at the junction which is diploid of mobile charges due to the excess charge carriers ഉണ്ടായതാണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് ഉണ്ടാക്കുന്നത്? ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാക്കുന്നത്, വിച്ച് ഇസ് ഫ്ലോയിങ് ഫ്രം എൻ ടു പി ആണ്. ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ട് വിച്ച് ഇസ് ഫ്രം പി ടു എൻ. ഇറ്റ് ഇസ് ദ കറണ്ട് ഡ്യൂ ടു ദ മെജോറിറ്റി കാരിയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ദ കണ്ടീഷൻ അണ്ടർ ഡയോഡ് അണ്ടർ അൺബയാസ്ഡ് കണ്ടീഷൻ.
Now I'll go for diode in forward bias. Diode forward bias like poga. So P is connected to the positive terminal of the battery and N is connected to the negative terminal. That's the connection. That's question. P is connected to the positive terminal of the battery and N is connected to the negative terminal. In the the majority carriers, the holes, are repelled by the positive terminal of the battery. Similarly, the majority carriers, the electrons, are repelled by the negative terminal of the battery. But the excess charge carriers, the electrons in the p-type substrate, is attracted by the positive terminal of the battery, and the excess charge carriers, the holes, are attracted by the negative terminal of the battery. Therefore, the electric field strength reduces. So electric field strength reduces. The width of the depletion region reduces. The potential barrier voltage reduces. Okay? Forward bias നടക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് സാർ ഈ പറയുന്നത്. ഒന്ന്, depletion region width reduces. The electric field strength reduces. The potential barrier voltage reduces. Therefore, the majority carriers, the holes, diffuses into the n-type material, and the majority carriers, the electrons, diffuses into the p-type material, which increases the diffusion current. Drift current reduces, diffusion current increases. This is the condition under forward bias. Clear ayala? Appo a current, you call it as a diffusion current, flows from P to N, and you can call it as the forward current IF. പക്ഷേ ഈ ഡിപ്ലീഷൻ റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്ത് പോകത്തില്ല. ഒരു ചെറിയൊരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഉണ്ടാവും. ബിക്കോസ് ദർ ഇസ് എ മൂവ്മെന്റ് ഫ്രം അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ചില സ്ഥലം അവിടെ ഇത്തിരി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സാധനം ഉണ്ടാവും. ആൻഡ് യു കോൾ ഇറ്റ് ആസ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ്. ദാറ്റ് സ്മോൾ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ്സ് എ റെസിസ്റ്റൻസ് ഫോർ ദ ഫ്ലോ ഓഫ് കറണ്ട്. ആ ഒരു റെസിസ്റ്റൻസിനെ പറയാം ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയാം, RF. യു കോൾ ഇറ്റ് ആസ് എ ഫോർവേഡ് റെസിസ്റ്റൻസ്. Forward resistance of the diode due to the depletion region, which is very low. RF ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വെരി ലോ ആണ്. ഇറ്റ് ഈസ് എ ലോ വാല്യൂ റെസിസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ. അടുത്ത നമുക്ക് ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയാസിലേക്ക് നീങ്ങാം. ഓക്കെ ആണല്ലോ? പി ടൈപ്പ് ഇപ്പൊ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്. പി ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അതൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ എന്ന്. എൻ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നോക്ക്, ഇവിടുത്തെ ഹോൾസ് നെഗറ്റീവ് ടെർമിനലായിട്ട് അട്രാക്ട് ആവും. മെജോറിറ്റി carries the electrons attracted by the positive terminal of the battery. Clear ayalo? But the excess charge carriers, the electrons in p-type substrate near the junction, is repelled by the negative terminal of the battery. Similarly, the excess charge carriers, the holes in n-type substrate near the junction, is repelled by the positive terminal of the battery, which increases the electric field strength. That reduces. Increases. The depletion region width increases. Depletion region width increase cheyum. The potential barrier voltage increases. Therefore, there is no flow of current of majority carriers from P to N, or diffusion current is equal to 0. പക്ഷേ ഈ minority carriers, holes in the n-type material and the minority carriers in the p-type materials, the electrons, diffuses from P to N and N to P, holes from N to P, holes from N to P. Therefore, minority carriers കൊണ്ട് ഒരു current ഉണ്ടാകും from N to P.
and that current we call it as reverse saturation current. Clear ayalo? So that you call it as a reverse saturation current. ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മൾ 3 കറണ്ട്സ് പഠിച്ചു. വൺ ഈ കോൾ ദ ഡിഫ്യൂഷൻ കറണ്ട്, രണ്ടാമത്തെ ഡ്രിഫ്റ്റ് കറണ്ട്, മൂന്നാമത്തത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ചോദിക്കും സാറേ നേരത്തെ റിവേഴ്സ് സാച്ചുറേഷൻ ഉണ്ടായിരുന്നു, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരുന്നു, ബട്ട് ദാറ്റ് വാസ് നെഗ്ലിജിബിൾ, ദാറ്റ് വാസ് സീറോ. ഇവിടെ നെഗ്ലിജിബിൾ ആണ്, നേരത്തെ അതിനകത്ത് ഇല്ല, ബ്ലോക്കിംഗ് കണ്ടീഷനിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവും. ഡ്രിഫ്റ്റ് കറണ്ട് അപ്പോൾ നോക്കാം, ഡിഫ്യൂഷൻ കറണ്ട് ഫ്ലോസ് ഫ്രം P to N. It is a current due to the majority carriers. Drift current flows from N to P. It is due to the electric field created due to the excess charge carriers which flows from N to P. അതേപോലെ N to P ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 കറണ്ടുകളുടെ കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഡയോഡ് അണ്ടർ അൺബയാസ്ഡ് കണ്ടീഷൻ, സോറി ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ദർ ഈസ് നോ ഫ്ലോ ഓഫ് കറണ്ട്. ക്ലിയർ ആയുള്ള കറണ്ട് ഉണ്ട്, ഇറ്റ് ഈസ് വളരെ മൈന്യൂട്ട്, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കറണ്ട് ഉണ്ട്. യു കോൾ ഇറ്റ് ആസ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അത് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഫോർവേഡ് അൺബയാസ്ഡ് കണ്ടീഷൻ കണ്ടു, ഫോർവേഡ് ബയാസ് കണ്ടു, റിവേഴ്സ് ബയാസ് കണ്ടീഷൻ കണ്ടു. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ഈ ഡയോഡ് ഈ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ടാവും. നോക്കി, ഈ ഇവിടെ പോസിറ്റീവ് കിടക്കുന്നു, ഇവിടെ നെഗറ്റീവ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാൻ 2 പ്ലേറ്റ്സ് ഉണ്ട്. You have 2 plates. ഇല്ലേ? ഇവിടെ മൊത്തം പോസിറ്റീവ്, ഇവിടെ മൊത്തം നെഗറ്റീവ്. And this is the dielectric. ഇല്ലേ? Dielectric which is acting as an insulator. അപ്പോൾ ഇവിടെ എന്ത് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്? ഒരു കപ്പാസിറ്റൻസ്. അതേപോലെ ഇവിടെയും ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കണ്ടോ? യു ഹാവ് ദ കപ്പാസിറ്റൻസ് എഫക്റ്റ് ഓവർ ഹിയർ. അതിനെക്കുറിച്ചും കൂടി നമുക്ക് നോക്കാം. ആൻഡ് ദാറ്റ് യു കോൾ ഇറ്റ് ദ ഡയോഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഡയോഡ് കപ്പാസിറ്റൻസ് കുറിച്ച് നോക്കാം. ആദ്യത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. C is equal to epsilon naught epsilon r A divided by D. D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ എപ്സിലോൺ A ഡിവൈഡഡ് ബൈ W. W എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ, A എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ, എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി. ഓക്കെ, ഇതിനെ പറയുന്നതാണ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ചാർജ് എന്നും പറയാം, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ കപ്പാസിറ്റൻസ് എന്നും പറയാം. അപ്പൊ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഈ റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇസ് ഗോയിങ് ടു ഇൻക്രീസ്. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലി സിറ്റിയുടെ വാല്യൂം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാരക്ടർ ഡയോഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കോളേജ് വാരക്ടർ ഡയോഡ്സ്. ഈ ഒരു കണ്ടീഷൻ ട്രാൻസിഷൻ കപ്പാസിറ്റൻസിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാരക്ടർ ഡയോഡ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ അത്? സോ വാരക്ടർ ഡയോഡിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻ എന്താണ്? ട്രാൻസിഷൻ കപ്പാസിറ്ററിന്റെ കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഫോർവേഡ് ബയാസ് ആവുമ്പോൾ നമ്മൾ വേറൊരു കപ്പാസിറ്റൻസിന്റെ എഫക്റ്റും കൂടി അവിടെ വരുന്നുണ്ട്. യു കോൾ ഇറ്റ് ആസ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. അതിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്, ഓർ സ്റ്റോറേജ് കപ്പാസിറ്റൻസ് എന്നും പറയും. ദിസ് ഡിപ്പെൻസ്. ഇത് എപ്പോഴാണ് സാധാരണ കണ്ടിരുന്നത്? ഫോർവേഡ് ബയാസിലാണ്. DQ ഡിവൈഡഡ് ബൈ DV. ചാർജ് ഫ്ലോ ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് കപ്പാസിറ്റൻസ് നമ്മൾ 2 രൂപത്തിൽ കണ്ട്, CTയും CDയും കണ്ട്. ഫോർവേഡ് ബയാസിലാവുമ്പോൾ CD ഈസ് വെരി മച്ച് ലാർജർ ദാൻ CT ആണ്. ക്ലിയർ അല്ല? അണ്ടർ ഫോർവേഡ് ബയാസ് CD വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ CT. ഇത് ഓർത്ത് ഇരുന്നോളാം, കപ്പാസിറ്റൻസ് ഓഫ് എ ഡയോഡ് എന്നുള്ള കാര്യം. ഇനി നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം. കറണ്ടിന്റെ ഫ്ലോനെ കുറിച്ച്, കറണ്ട് ഇക്വേഷനിലേക്ക് പോകാം. അതേപോലെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? സോ VI ക്യാരക്ടറിസ്റ്റിക്സ് ഡയോഡും അതിലേക്ക് നമുക്ക് നീങ്ങാം. നമുക്ക് ഡയോഡ് കറണ്ട് ഇക്വേഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയോഡ് കറണ്ട് ഇക്വേഷൻ. സോ I is equal to I0 into e raised to V divided by nu VT minus 1. Okay, I0 എന്ന് പറയുന്നത് you call it as reverse saturation current. V എന്ന് പറയുന്നത് applied voltage.
mu എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കോൺസ്റ്റന്റ്. 1 for germanium, 2 for silicon. Vt, that is important. Vt എന്ന് പറയുന്നത് നമ്മൾ വോൾട്ട് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ, വോൾട്ട് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ. Vt നമ്മൾ എഴുതാറ് that is equal to K into T divided by Q. K എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. T എന്ന് പറയുന്നത് temperature in absolute scale or Kelvin scale. Q എന്ന് പറയുന്നത് charge of the electron. നമ്മൾ സാധാരണ ഈ വിടിയുടെ വാല്യൂ ഞാൻ എടുക്കുന്നത് എല്ലാം കൂടി 26 മില്ലി വോൾട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ഡിഗ്രി കെൽവിൻ. ഓക്കെ, അതാണ് 27 ഡിഗ്രി സെന്റിഗ്രേഡ്. 26 മില്ലി വോൾട്ട് ആണ്. ദാറ്റ് ഈസ് 26 into 10⁻³ വോൾട്ട് ആണ് എന്തെടുക്കുന്നത്, വി ടിയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡയോഡ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് ഡയോഡിന്റെ അൺബയാസ്ഡ് കണ്ടീഷൻ പറഞ്ഞു തന്നു, ഫോർവേഡ് ബയാസ് പറഞ്ഞു തന്നു, റിവേഴ്സ് ബയാസ് പറഞ്ഞു തന്നു. നമുക്ക് ഇതെല്ലാം തന്നെ ഈ ഒരു സിമ്പിൾ ഇക്വേഷനിൽ നമുക്ക് തീർത്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ലെറ്റ് us go for that. എന്നിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം, എങ്ങനെയാണ് അതിനകത്തേക്ക് പോകുന്നത് എന്നുള്ളത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഈ ഇക്വേഷൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, അല്ല ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസ് ഈ ഇക്വേഷൻ അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കും. എങ്ങനെയാണ് ഇപ്പോൾ സാർ അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഡയോഡ് അണ്ടർ അൺബയാസ്ഡ് കണ്ടീഷൻ ആണെന്നിരിക്കട്ടെ. അൺബയാസ്ഡ് കണ്ടീഷൻ അല്ലേ, അൺബയാസ്ഡ് കണ്ടീഷൻ. അപ്ലൈഡ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു I0 into e raised to 0 minus 1. Any number raised to 0 is 1. So 1 minus 1, that is equal to 0. So the total value is 0. Okay. Therefore, under unbiased condition, diode does not conduct. Clear ആയോ? ഒറ്റ സെന്റൻസ് കാര്യം തീർന്നു. ഫോർവേഡ് ബയാസ് ആണെന്ന് ഇരിക്കട്ടെ. ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസ് ആകുമ്പോൾ നമുക്ക് വി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. വി ഈസ് ഈക്വൽ ടു വി എഫ് എന്ന് കൊടുക്കുന്നു. നോക്കിയേ, mu 1 എന്ന് എടുക്കാം. നമുക്ക് വി ടിയുടെ വാല്യൂ 26 മില്ലി വോൾട്ട്, അതായത് 26 into 10⁻³ ഈ 26 into 10⁻³ മേളിൽ കയറുമ്പോൾ എന്താവും, into 10⁻³. സോ ഇറ്റ് ഇസ് വി into 10⁻³ ഡിവൈഡഡ് ബൈ 26. വി into 10⁻³ ഡിവൈഡഡ് ബൈ 26 എന്ന് പറയുമ്പോൾ 26നെ കാട്ടി വളരെ ഒരു വലിയ വാല്യൂ ആണ് ആ കിടക്കുന്നത്. അല്ലെങ്കിൽ വി ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് വെരി മച്ച് ലെസ് ദാൻ വി എഫ് ആണ്. അങ്ങനെ വരുമ്പോൾ e raised to vf divided by vt is very much greater than 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ I is equal to I0 into e raised to vf divided by vt. കേട്ടോ, this is the current equation in forward bias condition. അപ്പോൾ മനസ്സിലായല്ലോ, when the diode is forward bias, the current flow I is equal to I0 into e raised to vf divided by vt. So the current increases exponentially. Linear increment അല്ല, current increases എങ്ങനെയാണ്,
എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് ബയാസിന്റെ കാര്യം ഞാൻ വരയ്ക്കുകയാണ്. നോക്ക്, നമ്മുടെ ഗ്രാഫ് കണ്ടോ? ഞാൻ ഇത് വി എന്ന് എടുക്കാം, ഇത് ഐ എന്ന് എടുക്കാം. ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഫോർവേഡ് ബയാസിൽ. ഓക്കെ, ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഫോർവേഡ് ബയാസ് കൊടുത്ത് നോക്കി, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു കണ്ടക്ട്. നോക്കിയേ, പൊട്ടൻഷ്യൽ ബാരിയർ വോൾട്ടേജിന് ഓവർകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഫോർവേഡ് ബയാസ് ആണ്. പക്ഷെ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ബാരിയർ വോൾട്ടേജിന് മുകളിൽ കൊടുത്താൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. That is 0.6 for silicon, 0.3 volt for germanium. അപ്പൊ മിനിമം ആ ഒരു വോൾട്ടേജ് കൊടുക്കണം നമ്മൾ. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 0.6, 0.7 സിലിക്കോൺ ആണെന്ന് ഇരിക്കട്ടെ, 0.6, 0.7. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് ഇൻക്രിമെന്റ്? എക്സ്പൊണൻഷ്യൽ ഇൻക്രിമെന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ലീനിയർ ഇൻക്രിമെന്റ്. സോ ഇത് നമുക്ക് ഏകദേശം ഈ ഒരു വാല്യൂ നമുക്ക് ഏകദേശം എത്രയെന്ന് ഇടാം? ഒരു 0.6 വോൾട്ട് എന്നെടുക്കാം. ജർമ്മനി ആണെങ്കിൽ 0.3 ആയിരിക്കും, സിലിക്കോൺ 0.6 എന്നെടുക്കാം. അത് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷനിലേക്ക് വരാം. മൂന്നാമത്തത് റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷനിലേക്ക് വരാം. റിവേഴ്സ് ബയാസിന്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇവിടെ വി എഫ് എന്ന് പറയുന്ന നമുക്ക് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു മൈനസ് വി ആർ എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇ റേസ് ടു മൈനസ് ആണ്. അപ്പൊ ഇ റേസ് ടു നെഗറ്റീവ് വാല്യൂ ആണ് വരാൻ പോണ. അപ്പൊ ഇ റേസ് ടു മൈനസ് വി ആർ ഡിവൈഡഡ് ബൈ വി ടി എന്ന് പറയുന്നത് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. 1/, എന്നാണ് വരാൻ പോണത്, ഇല്ലേ? അപ്പൊ അത് വളരെ 1-നെക്കാട്ടും വളരെ വെറുതെ കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വാല്യൂ ഞാൻ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു ഇൻറ്റു -1 എന്ന് നമുക്ക് എഴുതാം. ഓർ ഐ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം മൈനസ് ഐ നോട്ട് എന്ന് എഴുതി കൊടുക്കാം. ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ നോട്ട് എന്ന് എഴുതി കൊടുക്കാം, ഇല്ലേ? അപ്പൊ മൈനസ് ഐ നോട്ട് വരയ്ക്കും. അപ്പൊ അവിടെ നോക്കിയേ, റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഒരു കറണ്ട് ഫ്ലോ അവിടെ ഉണ്ട്, വിച്ച് യു കോൾ ഇസ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, വിച്ച് ഇസ് ഗോയിങ് ടു ഗോ ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. കണ്ടോ, നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഫ്ലോ? എന്നിൽ നിന്ന് പിയിലേക്കാണ്. പിയിൽ നിന്ന് എന്നാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ എന്നിൽ നിന്ന് പിയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഡയോഡിന്റെ ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചളയരുത്, സീറോ കറണ്ട് അല്ല. There is a small current which we call it as the reverse saturation current. ഈ കറണ്ട് എന്ന് പറയുന്നത് I naught എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ VI characteristics of a diode എന്ന് പറയുന്നത്. അപ്പോൾ ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ദ കറണ്ട് ഇസ് 0 എന്ന് പറഞ്ഞു കളയല്. അവിടെ ഒരു കറണ്ട് ഉണ്ട്, വിച്ച് കോൾ ഇസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിച്ച് ഫ്ലോസ് ഫ്രം N to P. ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് ഡയോഡ് റെസിസ്റ്റൻസ് നോക്കാം. ഡയോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ സ്ലോപ്പിന്റെ കാര്യം നോക്കാം. നോക്ക്, സ്ലോപ്പ് ഇത് ഞാൻ ഡെൽറ്റ വി എന്ന് എഴുതാം, ഇത് ഞാൻ ഡെൽറ്റ ഐ എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ആർ എഫ് is equal to ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. ഇതിനെ പറയുന്നതാണ് എ സി റെസിസ്റ്റൻസ് എന്ന് പറയാം. എ സി റെസിസ്റ്റൻസ് എന്ന് പറയാം, ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി എനിക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെ മെഷർ ചെയ്യാം. നോക്കേ, ദിസ് ഇസ് വി ആൻഡ് ദിസ് ഇസ് ഐ. വിയും ഐയും ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം. ആൻഡ് ദാറ്റ് വൺ എഫ് ഐ വിൽ പുട്ട് ഇറ്റ് ആസ് വി ഡിവൈഡഡ് ബൈ ഐ. ഇതിനെ പറയുന്നതാണ് ഡി സി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ എ സി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡി സി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ കറന്റ്. പക്ഷെ ഇത് ലീനിയർ ആയിരുന്നിരിക്കട്ടെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു എന്നിരിക്കട്ടെ. സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ ദ എ സി റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് ദ ഡി സി റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി വൺ ആൻഡ് ദ സെയിം. യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. ഇത് എക്സ്പൊണൻഷ്യൽ വേരിയേഷൻ, അത് കർവ് ആണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു കർവിന്റെ രൂപത്തിലാണ് പോയിരിക്കുന്നത്. കാരണം നമ്മുടെ ഇക്വേഷൻ കണ്ടോ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. I is equal to I naught into e raised to vf divided by vt എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതുകൊണ്ട് you will be having two types of resistance. One you call it as the AC resistance or the dynamic resistance, and the other you call it as the DC resistance or static resistance. Clear ആയോ? ഇതാണ് VI characteristics. അടുത്ത നമുക്ക് ബ്രേക്ക് ഡൗൺ ഓഫ് ഡയോഡ്സിലേക്ക് പോവാം. ബ്രേക്ക് ഡൗൺ ഓഫ് ഡയോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലും നമ്മൾ ഡയോഡിനെ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചു ഒരു വളരെ ചെറിയൊരു കറണ്ട്, നെഗ്ലിജിബിളായ ഒരു കറണ്ട് I0 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ആ I0ൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന വിൽ ഗോ ഫോർ അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ. അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ശ്രദ്ധിക്കുക, ഡയോഡ് ഉണ്ട്. ഡയോഡിന്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാലോ. ദിസ് ഇസ് എ ഡയോഡ് സിമ്പിൾ. ഡയോഡ് സിമ്പിൾ ഞാൻ വരയ്ക്കാൻ മറന്നുപോയി. ദിസ് ഇസ് എ ഡയോഡ് സിമ്പിൾ. ഓക്കെ, ഇവിടെ ചിലതില്ലാതെ കെ എന്ന് മാർക്ക് ചെയ്ത് ദിസ് ഇസ് എൻ ആൻഡ് ദിസ് ഇസ് പി. ഇതാണ് ഡയോഡിന്റെ സിമ്പിൾ നമുക്കുള്ളത്. ഞാൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആണെന്ന് ഇരിക്കട്ടെ. ഈ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഞാൻ അവിടുത്തെ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, റിവേഴ്സ് വോൾട്ടേജ് ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. നാച്ചുറലി വിഡ്ത് ഓഫ് ദി ഡിപ്ലീഷൻ റീജിയനും ഇതെല്ലാം കൂടും. പക്ഷേ ഇങ്ങനെ ഞാൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ മൂവിങ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഫീൽഡ്. ഫീൽഡ് ഇൻക്രിമെന്റ് കാരണം അവിടുത്തെ ഫ്രീ മൂവിങ് ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടുന്നു. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. അങ്ങനെ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഒരു ഫ്രീ ഇലക്ട്രോൺ ഒരു ന്യൂട്രലായിട്ട് കിടക്കുന്ന ഒരു ഇലക്ട്രോണിനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, സോ ഇതൊരു പോസിറ്റീവ് എന്നിരിക്കട്ടെ, ഹോൾ എന്നിരിക്കട്ടെ, വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ഗെറ്റ് സ്പ്ലിറ്റ് അപ്പ്. പോസിറ്റീവ്, നെഗറ്റീവ്. ഇത് വീണ്ടും ആ കൈനറ്റിക് എനർജിയിൽ ഇത് മൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു ന്യൂട്രലായിട്ട് കിടക്കുന്നതിനെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു സ്പ്ലിറ്റ് അപ്പ്. ഇതും അതേപോലെ പോയി ഇടിക്കുന്നു. അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ കാര്യം ഇങ്ങനെ സംഭവിക്കുകയാണ്. ഇത് പോയി ഒരു ന്യൂട്രലിനെ ഇടിക്കുന്നു, ഇത് പോയി ഇടിക്കുന്നു. എന്നാ ഇപ്പൊ ഒരു ഇടിയുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, ഇത് ഇങ്ങനെ പോവുകയാണ്. സോ നാച്ചുറലി ദ ഹോൾസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഇൻക്രീസ് ചെയ്യും. And there is going to be a very large reverse saturation. I0 value വളരെയധികം ഇൻക്രീസ് ചെയ്യും. And that type of breakdown which occurred due to the high velocity of the free moving electron or high kinetic energy of the free moving electron, അതിനെ പറയുന്ന പേരാണ് avalanches breakdown. അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ എവിടെയാണ്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ആണ്. ആൻഡ് അതിനകത്തൊരു ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ആണ് അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇനി രണ്ടാമതൊരു ബ്രേക്ക് ഡൗണും കൂടി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈ കോൾ ഇറ്റ് ആസ് സെനാർ ബ്രേക്ക് ഡൗൺ. ഈ സെനാർ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് ലെസ് വോൾട്ടേജ് ദാൻ അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പൊ അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് ഒരു 50 വോൾട്ടിലേക്കാണ് നടക്കട്ടെ. പക്ഷേ സെനാർ ബ്രേക്ക് ഡൗൺ ഒരു 10 വോൾട്ടിൽ നടക്കും. അപ്പോൾ അങ്ങനെ സെനാർ വോൾട്ടേജ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഡോപ്പിംഗ് വാല്യൂ ഹൈ ആക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു ലോ വോൾട്ടേജിൽ ബ്രേക്ക് ഡൗൺ നടക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഹൈലി ഡോപ്ഡ്. ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറഞ്ഞു വരും.
ഇപ്പൊ ആദ്യത്തെ 50 ഇരിക്കട്ടെ അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ നടന്നത്, എനിക്ക് സെന ബ്രേക്ക് ഡൗൺ നടക്കണം, ഡോപ്പിംഗ് കൂട്ടിക്കൊടുത്തു. ആദ്യത്തെ ഡോപ്പിംഗ് കൂട്ടിക്കൊടുത്താൽ 20 നടക്കും, വീണ്ടും ഞാൻ ഡോപ്പിംഗ് കൂട്ടിക്കൊടുത്താൽ 10 നടക്കും, വീണ്ടും ഞാൻ ഡോപ്പിംഗ് കൂട്ടിക്കൊടുത്താൽ 5 നടക്കും. അങ്ങനെ ഡോപ്പിംഗ് കൂട്ടും തോറും ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു സെന ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ അതിനകത്ത് ബ്രേക്ക് ഡൗൺ നടക്കാൻ വേണ്ടി ദ ഡയോഡ് ഹാസ് ടു ബി ഹൈലി ഡോപ്ഡ്. ഹൈലി ഡോപ്ഡ് എന്ന് പറഞ്ഞാൽ there is a great difference between majority carriers and minority carriers. Great difference. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഡോപ്പിംഗ് ആണ്, അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് സെന ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. എങ്ങനെയാണ് സെന ബ്രേക്ക് ഡൗൺ നടക്കുന്നത്? നമുക്ക് നമ്മൾ സെന ബ്രേക്ക് ഡൗൺ നടക്കുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, റിവേഴ്സ് ബയാസ് ആണ്, ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗോയിങ് ടു ബിക്കം വെരി സ്ട്രോങ്ങർ ദാറ്റ് ആ ന്യൂട്രൽ ആയിട്ട് കിടക്കുന്ന ഡിപ്ലീഷൻ റീജിയനിൽ ന്യൂട്രൽ ആയിട്ട് കിടക്കുന്ന ആറ്റംസിന് എല്ലാം തന്നെ അത് ബ്രേക്ക് ചെയ്യും. ആൻഡ് അഗെയിൻ ഇലക്ട്രോൺ ഹോൾസ് ആർ ക്രിയേറ്റഡ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൂടിക്കഴിഞ്ഞാൽ ആക്ച്വലി ന്യൂട്രൽ ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസിന് ഇത് ബ്രേക്ക് ചെയ്യും, ആറ്റംസിന് ഇത് ബ്രേക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ബ്രേക്ക്. അങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ നടക്കുക. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ we call it as Zener breakdown. So Zener breakdown, the diode has to be highly doped than avalanche's breakdown. Zener breakdown occurs at low voltage than avalanche's breakdown. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ആ രണ്ട് ബ്രേക്ക് ഡൗൺ ഏതൊക്കെയാണ്? അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ ആൻഡ് സെന ബ്രേക്ക് ഡൗൺ. അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ, സെന ബ്രേക്ക് ഡൗൺ കുറിച്ച് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇപ്പോൾ എങ്ങനെയാണ് ഡോപ്പ് ചെയ്യേണ്ടത്, ഏത് വോൾട്ടേജസിലാണ്, ഹൈ വോൾട്ടേജ് ഏതാണ്, ലോ വോൾട്ടേജ് ആണ്, ഹൈലി ഡോപ്പ് ചെയ്താവണം, ലോ ഡോപ്പിംഗ് ചെയ്താവണം. ദാറ്റ് ഈസ് കോൾഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഡയോഡ്സ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. റെക്ടിഫയർ ഡയോഡ്സ്, നമുക്ക് ഹാഫ് വേ റെക്ടിഫയർ നിങ്ങളെല്ലാ പേരും പഠിച്ചിട്ടുണ്ട്, ഫുൾ വേ റെക്ടിഫയർ പഠിച്ചിട്ടുണ്ട്. ഫുൾ വേ റെക്ടിഫയർ ഞാൻ രണ്ട് തരത്തിലൊക്കെ ഉണ്ട്, ഒന്ന് സെൻട്രൽ ടാപ്പും പിന്നെ ഒന്ന് ബ്രിഡ്ജ് റെക്ടിഫയറും. ഓക്കെ, ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് സാധാരണ ട്രാൻസ്ഫോമർ തന്നെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്ക്, ഈ ടേബിൾ എല്ലാ പേരും കൃത്യമായിട്ട് അത് പഠിക്കണം. നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്ത് വരുന്നതാണ് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ. ഞാൻ സർക്യൂട്ട്സിലേക്കൊന്നും പോകുന്നില്ല, എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് സർക്യൂട്ട്സ് ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടേബിൾ നിങ്ങൾ എല്ലാ പേരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. നമ്പർ ഓഫ് ഡയോഡ്സ് യൂസ് ചെയ്യും. ഹാഫ് വേ റെക്ടിഫയറിൽ ഒരു സിംഗിൾ ഡയോഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് ആണെങ്കിൽ 2 ഡയോഡ്സ് യൂസ് ചെയ്യും. കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡയോഡേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയറിൽ കണ്ടക്ടിങ് സമയത്ത് only 1 ഡയോഡ് ഈസ് കണ്ടക്ടിങ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ യു ആർ യൂസിങ് 4 ഡയോഡ്സ്, 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 2 ഡയോഡ്സ് കണ്ടക്ട് ചെയ്യും. And that will be a series combination during conduction. കണ്ടക്ട് ചെയ്യാൻ നേരത്തെ 2 ഡയോഡ്സ് എങ്ങനെയായിരിക്കും? സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, ഡയോഡിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഫുൾ വേ റെക്ടിഫയറിൽ 2 ഡയോഡ്സ് ഉണ്ട്, പക്ഷെ കണ്ടക്ട് ചെയ്യാൻ നേരത്ത് ഒരു ഡയോഡേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. സോ അവിടെ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് തന്നെ RF ആയിരിക്കും. പക്ഷേ ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ 2 ഡയോഡ് അറ്റ് എ ടൈം കണ്ടക്ട് ചെയ്യും. സോ അത് രണ്ടും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നതും. അപ്പോൾ അവിടെ RF ആയിരിക്കില്ല ഉണ്ടാവുന്നത്, ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2RF ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ ആ ഒരു കാര്യം? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറിലേക്ക് ഞാൻ വരും. പിന്നെ ഓർഡിനറി ട്രാൻസ്ഫോമർ, അവിടെയാണെങ്കിൽ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ, ഒരു 12 വോൾട്ട് ആണ് സെക്കൻഡറിയിൽ ഉണ്ടാവുന്നെങ്കിൽ നടുക്കിൽ നിന്ന് ഒരു വയർ കൂടി വലിക്കും. സോ മേളിൽ 6 വോൾട്ടും താഴെ 6 വോൾട്ടും, അതാണ് സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ. സോ 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോമറിൽ നമുക്ക് കിട്ടുന്ന എത്ര കിട്ടുന്നുള്ളൂ? 6 വോൾട്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. സോ ദാറ്റ് ഇസ് എ ഡിസഡ്വാൻറ്റേജ്. ആ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, അതേപോലെ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അറ്റ് എ ടൈം
നമ്മൾ 2 ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഡ്രോപ്പ് കൂടുതലാണ്. 2RF എന്ന് പറയുന്ന ഡ്രോപ്പ് വരും. പക്ഷേ ഒരു സെൻറ്റർ ടാപ്പിലാണെങ്കിൽ ഒരു ഡയോഡ് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ഡ്രോപ്പ് മാത്രമേ അവിടെ വരത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് സിംപ്ലി ജസ്റ്റ് RF ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി IDC, ദ DC കറണ്ട് IM/π, ഇവിടെ രണ്ടിടത്ത് വേണമെങ്കിൽ 2IM/π ആയിരിക്കും. RMS വാല്യൂ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് IM/2, IM/√. ഇത് കഴിഞ്ഞ തവണ ഞാൻ ഡിറൈവ് ചെയ്താണ് RMS വാല്യൂ ഫോർ എ ഫുൾ വേവ് സംഗതി AC സർക്യൂട്ട്സ് ആണ്. സോ IM/√. നെക്സ്റ്റ് റിപ്പിൾ ഫാക്ടർ, അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. റിപ്പിൾ ഫാക്ടർ ഫോർമുല ഞാൻ ഇവിടെ എഴുതി IRRMS എന്ന് പറയാം IAC. ക്ലിയർ ആയല്ലോ. IRRMS എന്ന് പറയുന്ന AC റിപ്പിൾസിനെയാണ് ഞാൻ IRRMS ഡിവൈഡഡ് ബൈ IDC. IDC DC കറണ്ട്, അല്ലെങ്കിൽ VRRMS ഡിവൈഡഡ് ബൈ VDC, വോൾട്ടേജ് റിപ്പിൾ എഴുതാം. ദരിശികൾ കാണും. ഇവിടെ 1.21 ആണ്, പക്ഷെ ഇവിടെ രണ്ടിടത്തും 0.482 ആണ്. This is why I am not going to use a half wave rectifier for a power supply. ഒരു പവർ സപ്ലൈക്കകത്ത് ഞാൻ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ അല്ല ഉപയോഗിക്കുന്നത്, ഞാൻ എപ്പോഴും ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ് ഉപയോഗിക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ഏത് വേണം ഉപയോഗിക്കാം, ബ്രിഡ്ജ് വേണമെങ്കിൽ ബ്രിഡ്ജ്, അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പ് വേണമെങ്കിൽ സെൻറ്റർ ടാപ്പ്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് എ ഹാഫ് വേവ് റെക്ടിഫയർ, കാരണം റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21 ആണ്. 1.21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRRMS IAC ഡിവൈഡഡ് ബൈ IDC ഈസ് ഈക്വൽ ടു 1.21 എന്ന് പറഞ്ഞാൽ AC റിപ്പിൾസ് കൂടുതലാണ്, മോർ ദാൻ 1 ആണ്. So numerator is going to become big. So IRRMS is bigger than IDC. IAC is bigger than IDC. AC റിപ്പിൾസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് വേവ് റെക്ടിഫയർ ഉപയോഗിക്കാത്തത്. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എത്രയുണ്ട്, 0.482 എന്ന് പറയാൻ DC വാല്യൂ ആണ് കൂടുതൽ, ശരിയല്ലേ? അത് കൂടാതെ എഫിഷ്യൻസി നോക്കിക്കേ, എഫിഷ്യൻസി ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ 40.6%, ലെസ് ദാൻ 50% ആണ്. ദാറ്റ് ഈസ് 81.2% ആണ് മറ്റേ രണ്ടെണ്ണത്തിലുള്ളത്. സോ 81.2% ആണ്. RF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഫോർ ആൻ ഐഡിയൽ ഡയോഡ് RF ഈസ് ഈക്വൽ ടു 0 ആണ്. ഐഡിയൽ ഡയോഡ്, ഐഡിയൽ ഡയോഡ് എന്താണ് നമുക്ക് നോക്കിക്കളയാം. ഐഡിയൽ ഡയോഡ്, നമ്മൾ സാധാരണ ഒരു ഡയോഡ്, ഇതാണ് ഡയോഡിന്റെ സിമ്പിൾ അല്ലെ, ഇതാണ് ഡയോഡിന്റെ സിമ്പിൾ. ദിസ് ഇസ് R. ഫോർവേഡ് ബയാസ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഫോർവേഡ് ബയാസ്. RFന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോ വാല്യൂ ആയിരിക്കും. പക്ഷേ റിവേഴ്സ് ബയാസിലാണെന്ന് ഇരിക്കട്ടെ, റിവേഴ്സ് ബയാസ് RF ഹൈ വാല്യൂ ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ഹൈ വാല്യൂ ആയിരിക്കും. ഇതാണ് സാധാരണ ഒരു പ്രാക്ടിക്കൽ ഡയോഡിൽ. സോ ഫോർ എ പ്രാക്ടിക്കൽ ഡയോഡ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് ഈസ് ലോ അണ്ടർ ഫോർവേഡ് ബയാസ്, ഈസ് വെരി ഹൈ അണ്ടർ റിവേഴ്സ് ബയാസ്. ബട്ട് ഫോർ ആൻ ഐഡിയൽ ഡയോഡ്, ഐഡിയൽ ഡയോഡ് ആണെന്ന് ലോ ആയി അവിടെ RFന്റെ വാല്യൂ വിൽ ബിക്കം ഈക്വൽ ടു 0. ഇതെന്താവും, ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഞാൻ DC സർക്യൂട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, എന്തായിട്ട് ആക്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട്. കണ്ടോ, ഇറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ ആൻ ഐഡിയൽ ഡയോഡ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ഇൻ ഫോർവേഡ് ബയാസ്, which means the forward resistance is equal to 0. അപ്പോൾ അങ്ങനെ ഫോർവേഡ് ബയാസിൽ ഐഡിയൽ ഡയോഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ 0 ഡിവൈഡഡ് ബൈ RL 0 ആണ്. സോ ഇറ്റ് ഈസ് 81.2% ഫോർ ആൻ ഐഡിയൽ ഡയോഡ്. പ്രാക്ടിക്കൽ ഡയോഡിന്റെ കണ്ടീഷൻ ആണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അവർ പറയും ഫോർ ആൻ ഐഡിയൽ ഡയോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരിക്കേണ്ട, ഇറ്റ് ഇസ് ജസ്റ്റ് സിംപ്ലി 81.2%. ഇനി റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണെങ്കിൽ RFന്റെ വാല്യൂ ഹൈ ആയി വളരെ ഹൈ ആയി പോയി, ആൻഡ് യു കൻ പുട്ട് ഇറ്റ് ആസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. So an ideal diode act as an open circuit in reverse bias. Reverse bias le adu endayittu act cheyum, open circuit act cheyum. So an ideal diode act as a short circuit in forward bias and open circuit in reverse bias. Nokka appo ideal diode condition manasilayallo, പക്ഷേ practically it is not possible.
ഓക്കെ, അപ്പൊ അതാണ് ഐഡിയൽ ഡയോഡിന്റെ കണ്ടീഷന്റെ കാര്യം. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് എന്തും പഠിച്ചിട്ടുണ്ട്, ഐഡിയൽ ഡയോഡും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതാണ് എനിക്ക് PIV, പീക്ക് ഇൻവേഴ്സ് I വോൾട്ടേജ്. ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ ഡയോഡ്. എപ്പോഴും നമ്മൾ ഒരു ഡയോഡ് നോൺ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ അവിടെ ഒരു വോൾട്ടേജ് അപ്പിയർ ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് എ മാക്സിമം വോൾട്ടേജ് വിച്ച് ഈസ് ഗോയിങ് ടു അപ്പിയർ ഓവർ ഇൻ ദ ഓപ്പൺ സർക്യൂട്ട്. അതിന്റെ വാല്യൂ ആണ് ആ എഴുതുന്നത്. എപ്പോഴും നമ്മൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഡയോഡ് നോൺ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് അവിടെ അപ്പിയർ ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കണം. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു ഡയോഡ് ഡിസൈൻ ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഡയോഡ് കത്തിപ്പോവും. ഓപ്പൺ സർക്യൂട്ട് വേറെ ഒരു സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡയോഡ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആ ഡയോഡ് എന്ത് ചെയ്തു പോവും, കത്തിപ്പോവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VM, ഇതെന്തായാലും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല പ്രാക്ടിക്കൽ പർപ്പസിന്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫുൾ വേ റെക്ടിഫയർ. ഫുൾ വേ റെക്ടിഫയർ രണ്ടെണ്ണമാണുള്ളത്, സെൻട്രൽ ടാപ്പും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. ബ്രിഡ്ജിനാണെങ്കിൽ VM ആണ് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടിന്റെ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഉള്ള 10ന്റെ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 വോൾട്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു ബ്രിഡ്ജ് അല്ല, ഞാൻ സെൻട്രൽ ടാപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2VM ആണ് എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്നത് 2VM ആണ്. അങ്ങനെയാണെങ്കിൽ VM എത്രയാ, 5. എങ്കിൽ എനിക്ക് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ നേർ പകുതി വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ, സെൻട്രൽ ടാപ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. 2VM 10 വോൾട്ടിന്റെ മേടിച്ചു കഴിഞ്ഞാൽ എത്ര വോൾട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, 5 വോൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് 2VM ആണ് 10, അപ്പൊ VM എന്ന് പറയുന്നത് 5. ക്ലിയർ ആയല്ലോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഞാൻ 5 വോൾട്ടിന്റെ മേടിക്കുകയാണെങ്കിൽ 5 വോൾട്ടും എനിക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഫുൾ വേ റെക്ടിഫയർ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരു ഹാഫ് വേ റെക്ടിഫയർ ആണ് അപ്ലൈ ചെയ്ത് 50 ഹെർട്സ് ആണ് ഇൻപുട്ട് എങ്കിൽ പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് റിപ്പിൾസ് എന്ന് പറയുന്നത് 50 ഹെർട്സ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ഫുൾ വേവിനാണെങ്കിൽ 50 ഹെർട്സ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന എത്രയായിരിക്കും, 100 ഹെർട്സ് ആയിരിക്കും. നേർ ഡബിൾ ആയിരിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മനസ്സിലായി. 100 ഹെർട്സ് ആയിരിക്കും, 50 ഹെർട്സ് ആയിരിക്കില്ല, 100 ഹെർട്സ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഇനി എപ്പോഴും നമ്മളൊരു റെക്ടിഫയറിനകത്ത് ഒരു AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന പ്യുവർ DC അല്ല നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ആൻഡ് DC വിത്ത് റിപ്പിൾസ്, വിത്ത് AC റിപ്പിൾസ്. ക്ലിയർ ആയല്ലോ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും റിപ്പിൾസ്, AC റിപ്പിൾസ് അടങ്ങിയ ഒരെണ്ണമാണ്, അല്ലാണ്ട് പ്യുവർ DC അല്ല നമുക്ക് കിട്ടുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്യുവർ DC അല്ല കിട്ടുന്നത്. നമ്മളിനി പ്യുവർ DCയുടെ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഫിൽട്ടർ ഉണ്ട്, LC ഫിൽട്ടർ ഉണ്ട്, പൈ ഫിൽട്ടർ ഉണ്ട്. ഇത്രയും അറിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക്, അല്ലാണ്ട് ഡീപ്പായിട്ട് നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. കപ്പാസിറ്റർ ഫിൽട്ടർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ റെക്ടിഫയർ ഔട്ട്പുട്ട് എന്നിരിക്കട്ടെ. റെക്ടിഫയർ ഔട്ട്പുട്ട് നമ്മളൊരു കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കും, RL. പാരലൽ ടു ദ ലോഡ് ആയിട്ടാണ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ഒരു ഹൈ വാല്യൂ കപ്പാസിറ്റർ ആണ് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല ഒരു LC ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻഡക്ടർ ഉപയോഗിക്കും, which is series to the load and then a capacitor and then the load resistance come RL. ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ഇനി എഞ്ചിനീയറിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ വിശദമായിട്ട് പഠിക്കാം ഈ ഒരു കാര്യത്തെക്കുറിച്ച്. നമ്മളതിന്റെ ഡെറിവേഷൻസും LC ഫിൽട്ടർ, C ഫിൽട്ടർ, പൈ ഫിൽട്ടർ, ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസ് നമ്മൾ ചെയ്യും. എന്തിനാണ്, എപ്പോഴാണ് നമ്മൾ L ഫിൽട്ടർ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ കപ്പാസിറ്റർ ഫിൽട്ടേഴ്സ് ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മളത് പഠിക്കുന്നതായിരിക്കും. സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോണിക്സ് എടുക്കുന്നവർ സെക്കൻഡ് ഇയറിൽ അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളും പഠിക്കും. നിങ്ങൾ അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സീന ഡയോഡ്സ് വോൾട്ടേജ് റെഗുലേറ്റർ, ഞാൻ എന്തായാലും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, പവർ സപ്ലൈൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് ഞാൻ അത് എക്സ്പ്ലെയിൻ കൂടെ ചെയ്തു തരുമ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾക്ക് പെർഫെക്ഷൻ ആകും. ഓക്കെ, ഞാനൊരു പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാനൊരു AC ഇൻപുട്ട് കൊടുക്കുകയാണ്. സോ ഞാൻ ഒരു AC ഇൻപുട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഒരു AC ഇൻപുട്ട് കൊടുത്തു. ട്രാൻസ്ഫോമർ, നമുക്ക് AC സർക്യൂട്ട്സിൽ ഞാൻ അപ്ലയൻസിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നു, അതിനകത്ത് പഠിക്കാനുള്ള അപ്ലയൻസ് ആണ് എന്ത്, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്, മൂവ് ചെയ്യുന്ന ഡിവൈസ് അല്ല. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് പവർ, വോൾട്ടേജോ കറണ്ടിനെ അല്ല, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, പവർ. ട്രാൻസ്ഫോമർ നമ്മൾ റേറ്റ് ചെയ്യുന്നത് കിലോ വോൾട്ട് ആംപിയറിലാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത്. വോൾട്ട് ആംപിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അത്. അപ്പാരന്റ് പവർ ആണ് കിലോ വോൾട്ട് ആംപിയർ. ക്ലിയർ ആയല്ലോ. സോ ആ ഔട്ട്പുട്ട് പവർ വോൾട്ടേജിനെ അല്ല, കറണ്ടിനെ അല്ല, വോൾട്ട് ആംപിയർ അതായത് പവറിനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ എ ട്രാൻസ്ഫോമർ ഈസ് എ static device which transforms power from one circuit to another circuit. One circuit എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർക്യൂട്ട് ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം, അതാണ് പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലം, അതാണ് സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ക്ലിയർ ആയല്ലോ. സോ ട്രാൻസ്ഫോംസ് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് by the process of induction, process of electromagnetic induction, by Faraday's law of electromagnetic induction. ക്ലിയർ ആയ എന്ന് പറഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ബൈ ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ആണ് നടക്കുന്നത്. കണക്ഷൻ ഉണ്ടെങ്കിൽ ബൈ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ബൈ ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഫ്രീക്വൻസിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. ഇൻപുട്ടിൽ എന്താണോ ഫ്രീക്വൻസി അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി. ക്ലിയർ ആയ. ട്രാൻസ്ഫോമർ അപ്പോൾ സാറ് ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു, ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് by Faraday's law of electromagnetic induction without any change of frequency. എത്ര ക്വസ്റ്റ്യൻസ് ആ ഒറ്റ സെന്റൻസിൽ ഒതുങ്ങിയെന്ന് അറിയാമോ? ട്രാൻസ്ഫോമർ എന്ത് ഡിവൈസ് ആണ്? സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. എന്ത് ചെയ്യുന്നു? വോൾട്ടേജിനാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത്, കറണ്ടിനെയാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത്? അല്ല, രണ്ടിനെയും അല്ല. എന്തിനാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? പവറിനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. എന്താണ് അവിടെ നടക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫ്രീക്വൻസി ഔട്ട്പുട്ടിലെ ഇൻപുട്ടിലെ സെയിം ആണ്. യെസ്, രണ്ടും സെയിം ആണ്. ഇറ്റ് ഇസ് 50 ഹെർട്സ് തന്നെയാണ്. ക്ലിയർ ആയ ട്രാൻസ്ഫോമർ? അപ്പോൾ ഒറ്റ സെന്റൻസിൽ എത്ര ചോദ്യങ്ങൾ കയറുന്നു. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളണം. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനൊന്നുമില്ല. ട്രാൻസ്ഫോമർ ഇക്വേഷൻ ഒന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. നമുക്ക് ട്രാൻസ്ഫോമർ ഇപ്പോൾ സാർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ രണ്ടൊന്ന് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ AC സർക്യൂട്ട്സിൽ പഠിക്കാനുള്ളതായിരുന്നു, അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിലും പഠിക്കുന്നത്. So this is a transformer. Okay. ഞാൻ ഇവിടെ ഒരു AC വോൾട്ടേജ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. V1 എന്ന് പറയുന്ന ഒരു AC വോൾട്ടേജ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ DC കൊടുത്താൽ എന്ത് സംഭവിക്കും? ലെറ്റ് us see DC കൊടുത്താൽ എന്ത് സംഭവിക്കും. ഞാനിവിടെ ഏത് പ്രിൻസിപ്പിളാണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിക്കുന്നത് E is equal to -n into d∅dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിനവിടെ വേരിയേഷൻ വരണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനവിടെ വേരിയേഷൻ വരണം. വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫ്ലക്സിന്റെ വേരിയേഷനും അവിടെ സംഭവിക്കും. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്ലക്സ് ഓൾസോ ഇസ് ഗോയിങ് ടു റിമെയിൻ കോൺസ്റ്റന്റ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 0 വരും. സോ E is equal to 0. അപ്പൊ DC അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. സോ E is equal to 0.
അപ്പോൾ അവിടെ എന്ത് നടക്കുന്നില്ല? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അവിടെ നടക്കുന്നില്ല. സോ എ ട്രാൻസ്ഫോമർ ഡസ് നോട്ട് വർക്ക് ഓൺ ഡി സി. ക്ലിയർ ആയാലും ഇറ്റ് വർക്ക്സ് ഓൺലി ഓൺ എ സി. ക്ലിയർ ആയോ? അപ്പൊ നമുക്കൊരു എ സി വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്തു, അതുകൊണ്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. നമുക്ക് ഐ പി എന്ന് പറയുന്ന ഒരു കറണ്ട് എഴുതാം. ദാറ്റ് ഈസ് പ്രൈമറി കറണ്ട്. ഇവിടെ അപ്പോൾ ഇ പി എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ബിക്കോസ് ദിസ് ഐ പി ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഫ്ലക്സ് ഫൈ. ഫ്ലക്സ് ഫൈ. ആ ഫ്ലക്സ് ഫൈ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാക്കും. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എൻ പി എത്രയാണോ അതിനെ ആസ്പദമാക്കിയായിരിക്കും ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത്. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ഇ എം എഫിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എൻ എസ് എന്ന് ഇരിക്കട്ടെ, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്. ഈ ഫ്ലക്സ് ഇതിൽ കൂടെ പോകുമ്പോൾ വേരിയബിൾ ഫ്ലക്സ് ആണ്. സോ നാച്ചുറലി ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇ എം എഫ് അക്കോർഡിംഗ് ടു ദ റിലേഷൻ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ഡി ടി. ആൻഡ് ഇവിടെ നമുക്ക് ഇ എസ് എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ഇ എം എഫ് ഉണ്ടാകും. ഇവിടെ ഞാൻ ലോഡ് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ when I supply a load, ഇവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞു, ആർ എൽ എന്ന് പറയുന്ന ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ കൂടെ ഒരു കറണ്ട് ആയ ഐ എസ് ഫ്ലോ ചെയ്യും. ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഐ ക്യാൻ പുട്ട് ഇറ്റ് ആസ് വി നോട്ട്. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷൻ. ഇവിടുത്തെ വോൾട്ടേജ് വേരി ചെയ്ത കറണ്ടിന്റെ വാല്യൂ വേരി ചെയ്യും, പക്ഷേ ഈ ഫ്ലക്സ് വിൽ റിമെയിൻ ഓൾവേസ് കോൺസ്റ്റന്റ്. നിങ്ങൾ ലോഡ് വേരി ചെയ്ത് കൊടുത്താലും ഫ്ലക്സിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആകില്ല. ദ ഫ്ലക്സ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. Therefore the iron loss always remains constant for a transformer. കോപ്പർ ലോസ് മാത്രമേ വേരി ചെയ്യുള്ളൂ, റൊട്ടേറ്ററി ലോസസ് ഇല്ല. ബിക്കോസ് ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ലോസ് ഉണ്ടാവുള്ളൂ, കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ്. അപ്പൊ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന രണ്ട് ലോസുകൾ ഏതൊക്കെയാണ്? കോപ്പർ ലോസ് ആൻഡ് അയൺ ലോസ്, അല്ലെങ്കിൽ കോർ ലോസ്. അയൺ ലോസിന് വേറെ പേര് പറയാം കോർ ലോസ്, കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ. കോർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കോർ എന്തിനാണ് പ്രൊവൈഡ് ടു പ്രൊവൈഡ് എ പാത്ത് ഫോർ ദ ഫ്ലോ ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിന് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ ഈ കോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിൽ. ക്ലിയർ ആയല്ലോ? നമ്മൾ റെസിസ്റ്റൻസ് എന്ന് കറണ്ടിന്റെ ഫ്ലോന് എന്തെന്ന് പറയുന്നത്, കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഫ്ലക്സിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റിലക്ടൻസ്. RELUCTANCE, റിലക്ടൻസ്. ക്ലിയർ ആയല്ലോ? ദ ഒപ്പോസിംഗ് പ്രോപ്പർട്ടി, ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റിലക്ടൻസ്. റിലക്ടൻസ് റെഡ്യൂസ് ചെയ്യാനാണ് കോർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ കോർ ഇസ് പ്രൊവൈഡഡ് ഇൻ എ ട്രാൻസ്ഫോമർ? കോർ ഇസ് പ്രൊവൈഡഡ് ഇൻ എ ട്രാൻസ്ഫോമർ ഫോർ ദ ഈസി പാസേജ് ഓഫ് ഫ്ലക്സ്. അല്ലെങ്കിൽ വേറൊരു പേരും പറയാം, എന്തിനാണ് പ്രൊവൈഡ്? ടു റെഡ്യൂസ് ദ റിലക്ടൻസ്. ക്ലിയർ ആയല്ലോ? അതിനാണ് കോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ ഇത് കിട്ടി. അപ്പൊ എന്ത് ലോഡ് ആയി കഴിഞ്ഞാലും ദ ഫ്ലക്സ് ഈസ് ഗോയിങ് ടു റിമെയിൻ കോൺസ്റ്റന്റ്. അത് കാരണം കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് ഈസ് ആൾസോ ഗോയിങ് ടു റിമെയിൻ കോൺസ്റ്റന്റ്. കോപ്പർ ലോസ് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയോ? ഇനി ട്രാൻസ്ഫോമർ എപ്പോഴും റേറ്റ് ചെയ്തിരിക്കുന്നത് വോൾട്ട് ആംപിയറിലാണ് റേറ്റ് ചെയ്യുന്നത്, വാട്ടിൽ അല്ല, വാട്ട്സിലല്ല. നമ്മൾ ബൾബൊക്കെ റേറ്റ് ചെയ്യുന്ന വാട്ട്സിലാണ്. 50 വാട്ട്സ്, 100 വാട്ട്സ് ലാമ്പ്. പക്ഷെ ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്ന വോൾട്ട് ആംപിയറിലാണ് റേറ്റ് ചെയ്യുന്നത്, അപ്പാരന്റ് പവറിലാണ് റേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ കോർ ലോസ് എന്ന് പറയുന്നത് ഈസ് ഗോയിങ് ടു ഡിപ്പെൻഡ് അപ്പോൺ വോൾട്ടേജ് ആൻഡ് iron loss depending upon the voltage and copper loss depends upon the current. ഈ രണ്ട് ലോസും പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ക്ലിയർ ആയല്ലോ? പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തത് VI cos theta എങ്കിൽ വാട്ട്സ് ആയത്. പക്ഷെ ഇവിടെ cos theta ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ വോൾട്ടേജ് ആൻഡ് കറന്റ്. Therefore the transformer is rated in kVA, കിലോ വോൾട്ട് ആംപിയർ.
ക്ലിയർ ആയോ? ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് കയറിയെന്ന് അറിയാമോ? നോക്ക്, കോർ എന്തിനാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? 1 ക്വസ്റ്റ്യൻ. എങ്ങനത്തെ ഡിവൈസ്, എന്ത് പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നു? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്തിനാ ട്രാൻസ്ഫോം ചെയ്യുന്നു? എന്തുകൊണ്ടാണ് KVL റേറ്റ്, വോൾട്ട് ആംപിയറിൽ റേറ്റ്? ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ ഫ്രെയിം ചെയ്ത് തീർന്നില്ല, ഇനി ദേ വരുന്നു. സോ അതാണ് ട്രാൻസ്ഫോമറിന്റെ ആ ഒരു കണ്ടീഷൻസ് വരെ. ഇനി നമുക്കത് ഇക്വേഷൻസിലേക്ക് വരാം. ഓക്കെ, ഇക്വേഷൻസിലേക്ക് വരുമ്പോൾ ഞാൻ ഡയറക്റ്റ് ജനറൽ ഇക്വേഷനിലേക്ക് ഒന്ന് പോകാം. ദാറ്റ് ഈസ് ES divided by EP, E2 divided by E1 is equal to NS divided by NP, which is equal to IP divided by IS, which is equal to K, which you call it as this K നമ്മൾ പറയുന്ന പേരാണ്, കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ക്ലിയർ ആയല്ലോ? 1/K ആണ് ടേൺ റേഷ്യോ. എന്ന് പറഞ്ഞാൽ ടേൺ റേഷ്യോ എന്താണ്? NP ഡിവൈഡഡ് ബൈ NS ആണ് എന്തെന്ന് പറയുന്നത്? ടേൺ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ES ഡിവൈഡഡ് ബൈ EP ആണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ടു ദ പ്രൈമറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. ടേൺ റേഷ്യോ എന്ന് പറയുന്നതാണ് NP ഡിവൈഡഡ് ബൈ NS. പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ടു സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് സപ്പോസ് കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നിരിക്കട്ടെ. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ES will be greater than EP. സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് will be greater than ഇതായിരിക്കും. Or NS will be greater than NP. Number of turns in the secondary is greater than number of turns in the primary. അങ്ങനെയുള്ള ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു കാര്യത്തിൽ നോക്കാം. K less than 1. K less than 1. K less than 1 ആണെങ്കിൽ ES will be less than EP. ES less than EP എന്ന് പറഞ്ഞാൽ NS less than NP. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വോൾട്ടിലുള്ളതിന് ഞാൻ ഒരു 220 വോൾട്ട് ആക്കുന്നു, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ 220 വോൾട്ടിന് 6 വോൾട്ട് ആക്കും. നമ്മൾ അഡാപ്റ്ററൊക്കെ മൊബൈൽ ചാർജിങ് അഡാപ്റ്ററൊക്കെ 220 വോൾട്ടിൽ നിന്ന് 6 വോൾട്ട് 9 വോൾട്ട് ആക്കുന്നു. ക്ലിയർ ആയോ? സോ അപ്പൊ ട്രാൻസ്ഫോമർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? AC സർക്യൂട്ടിൽ പഠിക്കുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ അത് ഇലക്ട്രോണിക്സിൽ പഠിച്ചെടുത്തു. കംപ്ലീറ്റ് സാധനം എടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ. ദർ ഇസ് നത്തിങ് ടു ടേക്ക് അഗെയിൻ. ക്ലിയർ ആയോ? ഇനി എന്റെ ഇക്വേഷൻ അതൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് വരുമ്പോൾ പഠിക്കുന്ന സാധനം. അപ്പോൾ ട്രാൻസ്ഫോമർ ഒക്കെ ക്ലിയർ ആയാലോ? ഇനി നമുക്ക് റെക്ടിഫയറിലേക്ക് വരാം. റെക്ടിഫയറിലേക്ക് വരാനൊന്നുമില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞു. ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ എടുത്തു കഴിഞ്ഞു. നമ്മൾ സാധാരണ പവർ സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ഏതേ ഉപയോഗിക്കുള്ളൂ? ഫുൾ വേ റെക്ടിഫയർ ഉപയോഗിക്കുള്ളൂ. കാരണം റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. എന്ന് പറഞ്ഞാൽ DC വാല്യൂ ആണ് കൂടുതൽ. ഹാഫ് വേ റെക്ടിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത AC റിപ്പിൾസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഹാഫ് വേ റെക്ടിഫയർ ഉപയോഗിക്കില്ല, ഫുൾ വേവ് റെക്ടിഫയർ ഞാൻ അവിടെ ഉപയോഗിക്കുള്ളൂ. ദാറ്റ് ക്യാൻ ബി സെൻട്രൽ ടാപ്പ് ഓർ ബ്രിഡ്ജ്. സെൻട്രൽ ടാപ്പ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തന്നു. ബ്രിഡ്ജ് ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞു തന്നു. സോ ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം.
സ്റ്റെപ്പ് ഡൗൺ. ഇപ്പൊ ക്ലിയർ ആയാലോ? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് അതും ഒരു എ സി തന്നെ ആയിരിക്കും. സോ റെക്ടിഫയർ ഞാൻ ഇവിടെ ഉപയോഗിച്ചു, ഫുൾ വേ റെക്ടിഫയർ. ഡി സി അല്ല, പ്യുവർ ഡി സി അല്ല, വിത്ത് റിപ്പിൾസ് ആണ് കിട്ടുന്നത്. ഫിൽട്ടർ ഉപയോഗിക്കാം, ഞാൻ പറഞ്ഞത് കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിക്കാം, എൽ സി ഫിൽട്ടർ ഉപയോഗിക്കാം, ഓർ പൈ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത്. കണ്ടോ? ദിസ് ഇസ് ദ ഫിൽട്ടർ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇപ്പോഴും സ്റ്റഡി അല്ല, ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ആം ഗോയിങ് ടു യൂസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ക്ലിയർ ആയല്ലോ? വോൾട്ടേജ് റെഗുലേറ്റർ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. വോൾട്ടേജ് റെഗുലേറ്റർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ അവിടെ സേന ഡയോഡ് ഉപയോഗിക്കാം. സേന ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കാം. സെനാർ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ നടക്കുന്നത്. ലോ വോൾട്ടേജിൽ ഒക്കർ ചെയ്യുകയാണെങ്കിൽ യു കൻ കോൾ ഇറ്റ് സെനാർ ബ്രേക്ക് ഡൗൺ. ഹൈ വോൾട്ടേജിൽ ഒക്കർ ചെയ്യുകയാണെങ്കിൽ യു കൻ കോൾ ഇറ്റ് അവലാഞ്ചസ് ബ്രേക്ക് ഡൗൺ. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ റിവേഴ്സ് ബയാസിലിട്ടാണ് ഞാൻ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ച് കാണിച്ചു തരാം. ദിസ് ഈസ് ദ സോഴ്സ് റെസിസ്റ്റൻസ് RS. ഡയോഡ് ഞാൻ കണക്ട് ചെയ്യാം. റിവേഴ്സ് ബയാസിലാണ് സാധാരണ നമ്മൾ സേന ഡയോഡ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ VZ എന്ന് ഇടാം. VZ എന്ന് ഞാൻ ഇടാം. ഇവിടെ ഒരു വോൾട്ടേജ് ഞാൻ കൊടുക്കാം. DC ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ, വിത്ത് ചെറിയ വാല്യൂ മാത്രം. അപ്പൊ ഞാൻ DC പോലെ ഇവിടെ കൊടുക്കാം. V വോൾട്ട്. ഇവിടെ വോൾട്ടേജ് VZ, ഇവിടെ ഔട്ട്പുട്ട് V0. ഇവിടെ ലോഡ് കണക്ട് ചെയ്യാം, RL കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോ സർക്യൂട്ട് കണ്ടല്ലോ എല്ലാവരും. സേന ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ കാര്യം ഞാൻ വരയ്ക്കാൻ പോവാണ്. സേന ഡയോഡ് ആണ്. സേന ഡയോഡ് ഫോർവേഡ് ബയാസിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ആസ് ആൻ യൂഷ്വൽ, സാധാരണ ഒരു ഓർഡിനറി ഡയോഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. റിവേഴ്സ് ബയാസിൽ സേന ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ് യൂസ് ചെയ്യാറ്. റിവേഴ്സ് ബയാസിൽ I0 എന്ന് പറയുന്ന കറണ്ട് നോക്ക, ഇറ്റ് ഈസ് ഹൈലി ഡോപ്ഡ്. സാധാരണ ഒരു ഡയോഡിന്റെ ആണെങ്കിൽ സീന ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഒക്കെ ചെയ്യുന്നത്. കണ്ടോ? ഞാൻ അതിന് ഡോപ്പിംഗ് വാല്യൂ കൂട്ടിക്കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ദിസ് ഇസ് Z1, VZ1 എന്ന് കിടക്കട്ടെ. ഡോപ്പിംഗ് വാല്യൂ കൂട്ടിക്കൊടുത്തു. ഡോപ്പിംഗ് വാല്യൂ കൂട്ടിക്കൊടുത്താൽ ബ്രേക്ക് ഡൗൺ ഇവിടെ നടക്കും ആൻഡ് ഇസ് ഗോയിങ് ടു ബിക്കം ഷാർപ്പർ. അടുത്ത ഡോപ്പിംഗ് കൂട്ടിക്കൊടുത്താൽ ഇറ്റ് ഇസ് സംതിങ് ഒക്കറിംഗ് ഓവർ ഹിയർ. കണ്ടോ? കറക്റ്റ് ഷാർപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. And this I can put it as VZ2 എന്ന് ഇടാം, VZ2 and this is VZ3 എന്ന് ഇട്ടളയാം. ഷാർപ്പ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറണ്ടിന് ഈ വോൾട്ടേജ് ആണ്, ഈ ഒരു കറണ്ട് സെയിം വോൾട്ടേജ് തന്നെയാണ്, ഈ ഒരു കറണ്ടിനും സെയിം വോൾട്ടേജ് തന്നെ. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതാണ് ഒരു സീന ഡയോഡ്. ഹൈലി ഡോപ്ഡ് ആണ്. ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസ് ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഓർഡിനറി ഡയോഡ്. ക്ലിയർ ആയോ? സോ അങ്ങനെ വരുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇവിടെയാണെന്ന് ഇരിക്കട്ടെ, V എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് ഇരിക്കട്ടെ. ഇവിടുത്തെ ഫൈനൽ വോൾട്ടേജ് VZ എന്ന് പറയുന്നത് I put as 5 volt. 5 volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the breakdown is going to occur at 5 volt. 5 വോൾട്ടിന് കുറവായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാണ്, ഒന്നും സംഭവിക്കില്ല, അവിടെ കണ്ടക്ഷൻ നടക്കത്തില്ല. പക്ഷേ അതല്ല, ഈ 5 വോൾട്ടിനെയും കാട്ടി കൂടുതലാണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ ബ്രേക്ക് ഡൗൺ. 5 വോൾട്ടിനെയും കാട്ടി കൂടുതൽ ഔട്ട്പുട്ട് വരത്തേ ഇല്ല. എന്ന് പറഞ്ഞാൽ 6 വോൾട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? 5 വോൾട്ട് തന്നെയായിരിക്കും. 10 വോൾട്ടാണ് ഞാൻ ഇവിടെ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിലും ഔട്ട്പുട്ട് എന്ത് തന്നെ വരും? 5 വോൾട്ട് തന്നെ വരും. Therefore it is going to work as a regulator. ക്ലിയർ ആയല്ലോ? വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് അതാണ് വർക്ക് ചെയ്യും. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് IL എന്ന് ഇരിക്കട്ടെ. ആൻഡ് ദിസ് ഈസ്
IZ എന്ന് ഇരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ IL എന്ന് പറയുന്ന പോകുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കൂടുതൽ വരുന്ന കറണ്ട് കംപ്ലീറ്റ് ഏതിലേക്ക് ഇറങ്ങും? സേന ഡയോഡിലേക്ക് ഇറങ്ങും. ആൻഡ് V0 എന്ന് പറയുന്നത് IL and ZL is going to remain constant. IL into RL, that is going to remain constant. This IL will remain constant. ബാക്കി വരുന്ന കറണ്ട് എല്ലാം IS കൂടെ പോകും. This current complete ഇറങ്ങിപ്പോ and VS is going to remain constant. This is how Zener diode is going to work as a voltage regulator. അപ്പോൾ ദേ ഇവിടെ ഏകദേശം ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണെന്ന് ഇരിക്കട്ടെ. Then you are going to get a constant voltage. And ഇതാണ് നമ്മുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ പവർ സപ്ലൈസ് ഞാൻ അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡയോഡിന്റെ പോർഷൻസ് അപ്പോൾ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. LEDs, ഫോട്ടോ ഡയോഡ്സ്, വാരക്ടർ. വാരക്ടർ ഡയോഡ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. It is usually used for the variation of capacitance. Capacitance value variation ആണ് നമ്മൾ വാരക്ടർ ഡയോഡ്സ് ഉപയോഗിക്കുന്ന. ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്, സോളാർ സെൽസ്. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഉണ്ട്. നോക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്ത് പോയിട്ടുണ്ട്.